ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിച്ചു കയറുമ്പോൾ കുടുംബജീവിതത്തിൽ, സഭയ്ക്കകത്ത്, ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ ദൈവകൃപ വെളിപ്പെടേണ്ടയിടത്ത്, ദൈവമഹത്വം വെളിപ്പെടേണ്ടയിടത്ത്, ദൈവശക്തി വെളിപ്പെടേണ്ടയിടത്ത് ശത്രുവിൻ്റെ കരം കാണുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ആ കരം വെട്ടിക്കളഞ്ഞ്, ഇന്ന് പകൽ അഭിഷേകത്തിൽ ആ കരം താഴ്ത്തിക്കളയുന്നത് ഇന്ന് പകൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രുവിൻ്റെ കൈ കാണുന്നു. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന ലഘുവായി നിങ്ങൾ ചിന്തിക്കരുത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ശത്രുവിൻ്റെ കരം കാണുന്നുവെങ്കിൽ ഒരുപക്ഷെ മോഷ്ടിപ്പാനായിരിക്കാം, ഒരുപക്ഷെ ഉപദ്രവിപ്പാനായിരിക്കാം, ഒരുപക്ഷെ പിച്ചി ചീന്താനായിരിക്കാം, ഒരുപക്ഷെ തടയാനായിരിക്കാം. എവിടെയൊക്കെ ശത്രുവിൻ്റെ കരം കാണുന്നു, ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ്റെ കരങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രുവിൻ്റെ കൈ ഞാൻ കാണുന്നു. ഇന്ന് പകൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, എന്തിനാണ് ശത്രു കൈവെക്കുന്നത്? ഒന്നുകിൽ ശത്രു കൈവെക്കുന്നത് അത് എടുത്തുകൊണ്ടു പോകാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് അതിനെ നശിപ്പിച്ചു കളയാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് അതിന്മേലൊരു അവകാശം പറയാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് ചിലതിനെ തടയുവാൻ, ചിലതിനെ ഹിൻഡർ ചെയ്യുവാനായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാല ശത്രുവിൻ്റെ കൈ കണ്ട ഇടത്ത് ദൈവത്തിന്റെ കൈ കാണുമെന്ന്, ശത്രുവിന്റെ കൈ കണ്ട ഇടത്ത് ദൈവത്തിന്റെ കൈ കാണുമെന്ന് ഇന്ന് എത്ര പേർക്ക് ഉറപ്പോടുകൂടി പറയുവാൻ കഴിയും? പ്രാർത്ഥിച്ചു കയറട്ടെ. ശത്രുവിന്റെ കൈ കണ്ട ഇടത്ത് ഞാൻ ദൈവത്തിന്റെ കൈ കാണാം. യഹോവയുടെ ഭുജം വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ ശത്രുവിന്റെ കരമല്ല, ദൈവത്തിന്റെ കര ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ കാണട്ടെ. ഇതാ 7ാം പ്രാവശ്യം പർവ്വതത്തിന്റെ അടിവാരം വിട്ട് സമുദ്രതീരത്ത് കണ്ണുയർത്തി നോക്കുന്ന പ്രവാചക ശിഷ്യൻ ഒരു കാര്യം കാണുകയാണ്. സമുദ്രത്തിൽ നിന്നൊരു കൈ ഉയർന്നു വരുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഉയർത്തുന്നതായ കര. ദൈവാലയത്തിലെ പൊൻപാത്രങ്ങളെ ശിനാർ ദേശത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് താനും തന്റെ പ്രഭുക്കന്മാരും വെപ്പാട്ടികളും കൂടെ വീഞ്ഞു കുടിപ്പാൻ തക്കവണ്ണം ആ പാത്രമെടുത്ത് തന്റെ ചുണ്ടോടടിപ്പിക്കുമ്പോൾ ബാബിലോണിലെ ബേൽഷസ്സറിന്റെ അരമനയിൽ ഒരു കൈ വെളിപ്പെട്ടു. അത് ദൈവത്തിന്റെ കരമായിരുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിന്റെ തീരത്ത് വഴിയടഞ്ഞ് മുമ്പോട്ട് പോകത്തില്ല. ശത്രുവിന്റെ കുതിര കുളമ്പടികൾ അവരുടെ കാതുകളിൽ നിന്നെ ഇവിടെ പിടിച്ചൊതുക്കുമെന്ന് പറയുന്ന ഇടത്ത് അവർ മോശയുടെ കയ്യിൽ കണ്ടു ദൈവത്തിന്റെ കര. ഇന്ന് പകൽ വിശ്വസിക്ക, ശത്രുവിന്റെ കരം കാണാനല്ല, ദൈവത്തിന്റെ കരം കാണുവാൻ. ശബല പ്രവാചകം പ്രൗഢവർദ്ധനഹദിയ, നിന്റെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര ഇന്ന് പകൽ മാഞ്ഞു പോകട്ടെ. തലമുറകളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര, ശുശ്രൂഷയുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര, ദേശത്തിന്മേൽ ശത്രു വെച്ചിരിക്കുന്ന കര ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അധികാരത്തിൽ വെട്ടിക്കളയാൻ, ഇന്ന് പകൽ അതിനെ മാറ്റിക്കളയുവാൻ കൃപയുള്ള ദൈവജന അതരം തുറന്ന് കരമടിച്ച് അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. നിന്റെ മനോഹര വസ്തുക്കളുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ സഭയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ശത്രുവിന്റെ കരം കാണുകയില്ല. അതരം തുറന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ച് കയറി വരാൻ എത്ര പേർ ഇന്ന് പകൽ എന്നോടുകൂടെയുണ്ട്? ഇല്ല, ശത്രുവിന്റെ സാന്നിധ്യമല്ല, ശത്രുവിന്റെ കൈപോലും ഞാൻ കാണുകയില്ല. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ഒരു ചലന, ഇന്ന് പകൽ ദൈവശക്തിയുടെ ഒരു ചലന, അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ അവന്റെ കൈയെ വെട്ടിക്കളയുന്ന, ദുരാന്തകാരങ്ങളെ വെട്ടിക്കളയുന്ന റാൽബനം പ്രവാചകം പ്രൗഢവർദ്ധാനികം പ്രവശ്യ ലാർത്തേ നഗസ്യ പ്രവാഹനിയ. യഹോവയുടെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ ദാഗോന്റെ കൈ താഴെ വീണു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നിടത്ത് ദാഗോന്റെ കൈ താഴെ വീഴ. അൽബര പ്രവാഹനി ഹൊഫ്നിയും ഫീനഹാസ് കൊല്ലപ്പെട്ട ദിനത്തിൽ അവന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ മഹത്വം പോയി. എന്നാൽ യഹോവയുടെ മഹത്വത്തെ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് അസ്തോദിൽ കൊണ്ടുവെക്കുന്ന രാത്രിയിൽ അവന്റെ കയ്യെ ദൈവത്തിന്റെ പെട്ടത് വെട്ടിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചില ദാഗോന്യ കരങ്ങൾ വെട്ടപ്പെടട്ടെ, ചില ദാഗോന്യ കരങ്ങൾ വെട്ടപ്പെടട്ടെ. നിന്റെ മനോഹര വസ്തുവിന്റെ മേൽ ശത്രുവിന്റെ കൈ കാണുകയില്ല. നിന്റെ മനോഹര വസ്തുവിന്റെ മേൽ ശത്രുവിന്റെ കൈ കാണുകയില്ല. അതരം തുറന്ന അന്യഭാഷകളിൽ
അതരം തുറന്ന ആത്മബലത്തിൽ പരിശുദ്ധാത്മാവിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. ദൈവസഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, തലമുറകൾക്കെതിരെ, കുടുംബ ജീവിതങ്ങൾക്കെതിരെ ഉയരുന്ന അന്ധകാര കൈകൾ അഭിഷേകത്തിൽ ആരാധിച്ച് കയറാൻ കഴിയുന്നവർ കയറട്ടെ. ശത്രുവിന്റെ കരങ്ങൾക്ക് നേരെ നിന്റെ കൈയടിച്ച് ദൈവത്തിൽ ആരാധിച്ചാട്ട്, നിന്റെ കരം കൂട്ടി ചേർത്തടിച്ച്, നിന്റെ കരങ്ങൾ ചേർത്തടിച്ച് വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം പറ. ശത്രുവിന്റെ കരം അപ്രത്യക്ഷമാകട്ടെ. ശാൽബരം പ്രവാചകൻ അർത്തിലി പ്രൗസ്മഹേനിയ ലാസ്ബെരി കട്ടോനിയ ലാർഖെസബേൽഖോനിയ അർത്തേനി ശാൽത്തേനി അൽഖോ മഹാസിയാരി അർദ്ധനെ ജഗം പ്രഭാഷി വാൽത്തേ നഗസ്യ പ്രഭാര്യ അർക്കലം പ്രഭജക ഡഗരഗദാനി വൈഡഗര ഘടകസവ പ്രഭാലിയ അർത്ഥനഗര ഘടകൽ ഖരാം പ്രഭാസി വാർത്തേനിയ ലഖരകസ്യ റാൽത്തേനിയ 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 സാർത്തേനിയ റാൽഖമംഗര പ്രവശ്യം പ്രഭാനി. ജീസസ്, ജീസസ്, ജീസസ്. ഒന്ന്, ശത്രുവിന്റെ കൈ വെളിപ്പെടുകയാ. ശത്രുവിന്റെ കൈ വെളിപ്പെടുക. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രു കൈവച്ചിരിക്കുന്നു. രണ്ടാമതായി പറയുകയാണ്, ദൈവം ഒരിക്കൽ അടിച്ചു പുറത്തു കളഞ്ഞ് കയറരുതെന്ന് പറഞ്ഞ ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ ദൈവം ഇട്ടിരുന്ന ചില അതിരുകൾ ബ്രേക്ക് ആയിരിക്കുന്നു. ആമേൻ. ദൈവം അവൾക്ക് വേണ്ടി ഇട്ടിരുന്ന ചില അതിരുകൾ ഇന്ന് കാണുവാനില്ല. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനം ആരാധിച്ച് പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ ആമേൻ ചില അതിരുകൾ ദൈവമിടോ. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ അതിരുകളെ സംബന്ധിച്ച് ആമേൻ ഇസ്രായേലിന് മതിലുകൾ കൊണ്ട് അതിരുകൾ പണിത ഒരു കാലമുണ്ടായിരുന്നു. അത് ശലോമോൻ്റെ ദൈവാലയ പ്രതിഷ്ഠയ്ക്കും ആലയ നിർമ്മാണത്തിനും പട്ടണ നിർമ്മാണത്തിനും ഒക്കെ ശേഷമാണ് അവർക്കങ്ങനെ കെട്ടിയെടുത്ത വലിയ മതിലുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു മുമ്പും ബാബിലോൺ പ്രവാസം കഴിഞ്ഞു വരുമ്പോഴോ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, പെരുപ്പം ഹേതുവായി, വർധനവ് ഹേതുവായി ഇസ്രായേലിൻ്റെ പട്ടണങ്ങൾ മതിലില്ലാതെ തുറന്നു കിടക്കാം. മനുഷ്യൻ കെട്ടിയ മതിലുകൾ കട്ടമേൽ കട്ട വെച്ച് കുമ്മായമിട്ട് ചേർത്തെടുത്ത ഗോപുരവാതിലുകളും കൊത്തളങ്ങളും പണിത മതിലുകൾ അതിനില്ലാതിരിക്കുക, അത് തുറന്നു കിടക്കുക. പക്ഷെ ഒരുത്തനും അകത്തു പ്രവേശിക്കത്തില്ല. കാരണം ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കാം. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കാം. ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആലയം വിട്ടു പോകുമ്പോൾ മനുഷ്യൻ കെട്ടിയ കട്ടയും കുമ്മായവും കളിമണ്ണും ചേർത്തുള്ള മതിലല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഗ്നിമണ്ഡലം നിനക്ക് ചുറ്റും ഒരു മതില് പണിത് നിൽക്കുന്നത്. എവിടെയൊക്കെ ശത്രു അകത്തു കയറിയിരിക്കുന്നെങ്കിൽ അവൻ ഇടം വിട്ട് പുറത്തു പോകുന്നത്. ജീസസ്. ആമേൻ. രണ്ട് പ്രശ്നങ്ങളാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, ശത്രുവിൻ്റെ കരം. രണ്ട്, അതിരുകൾ പൊളിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായി 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ആഹാരം അന്വേഷിക്കുകയാണ്. അവൾ ആഹാരം തിരയുകയാണ്. ആഹാരങ്ങൾ നഷ്ടപ്പെടുന്നു. വീണ്ടും ആ തിരച്ചിലിനപ്പുറം 4-ാമത്തെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ആഹാരം തിരഞ്ഞിട്ട് കണ്ടെത്താതെ അവൾ ആഹാരത്തിന് വേണ്ടി അവളുടെ മനോഹര വസ്തുക്കളെ അവൾ തന്നെ എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുത്തുകയാണ്. ആമേൻ. തങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതായ ഒരു തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ കൃപകളെ നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ വരങ്ങളെ
നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തലമുറ. ഈ 4 പ്രശ്നങ്ങൾ പറഞ്ഞ് 5ാമത്തെ പ്രശ്നം പറയുമ്പോൾ ആമേൻ, ഭക്തൻ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ ആകുന്നു: ദൈവമേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ എന്ന് പറയുകയാണ്. നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കൺസിഡർ മൈ ഹ്യൂമിലിയേഷൻ, കൺസിഡർ മൈ വൈൽ. എൻ്റെ നിന്ന നീ ഒന്ന് കൺസിഡർ ചെയ്യണമേ. അത് നീ ഒന്ന്, ആ വിഷയത്തെ നീ ഒന്ന് ശ്രദ്ധയോടുകൂടെ എടുക്കണമേ. കൺസിഡർ മൈ ഹ്യൂമിലിയേഷൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ നടുവിൽ ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ 5ാമത്തെ പ്രശ്നമാണ്. കൺസിഡർ മൈ വൈൽ. എൻ്റെ നിന്നയെ കടാക്ഷിക്കണമേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തെ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. സ്തോത്ര. ദൈവം ചില നിന്ദകളെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. The Lord is going to consider your humiliation. നിന്റെ നിന്ദയെ ദൈവം കൺസിഡർ ചെയ്യുക. അത്തരം തുറന്നൊന്ന് പറഞ്ഞ്, എൻ്റെ നിന്ദയെ ദൈവം കൺസിഡർ ചെയ്യുക. അല്ല പ്രവചാൽഗട പ്രഭാഷിയ. ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ച് ഇന്നീ ശുശ്രൂഷയ്ക്കകത്ത് ആത്മമണ്ഡലം തുറക്കപ്പെട്ടു നിൽക്കുന്നത്, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ബേത്ത് ഏൽ എന്ന് പറയുന്ന ഏലിന്റെ വീട്, യഹോവയുടെ വീട്, ഏലോഹീം എന്ന ദൈവത്തിന്റെ ഭവനം വെളിപ്പെട്ടു നിൽക്കുന്ന സാന്നിധ്യത്തിന് ആഗ്രഹിച്ചു ദൈവസന്നിധിയിൽ കരമടിച്ച് സ്തോത്രം ചെയ്ത് കയറി വരട്ടെ. സൽവ പ്രവചനം, പ്രവാദിയ പ്രഭാഷണം. ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ പലപ്പോഴും പറയുന്നതായ ഒരു ഭാഗമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കുണ്ടായ വിവശതയിൽ കാഹളത്തിനൊത്ത മഹാനാദം കേൾപ്പാൻ തക്കവണ്ണം താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ അടുക്കൽ ഇറങ്ങി വരികയായിരുന്നു. ഡിസെൻഡിങ് പ്രസൻസ് ഓഫ് ഗാഡ്. എന്നാൽ ആ പ്രത്യക്ഷതയ്ക്ക് അനന്തരം 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂത് കൊടുത്തനന്തരം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദർശന പരമ്പരയുടെ അടുത്ത തലം വരികയാണ്. ആ അധ്യായം ആരംഭിക്കുമ്പോൾ താൻ ആദിയെങ്കിൽ കേട്ട കാഹളത്തിനൊത്ത അതേ മഹാനാദം താൻ കേൾക്കുകയാണ്. ആ കാഹളനാദം കേട്ട് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തെ താൻ കാണുന്നില്ല. പകരം താൻ കാണുന്നത് സ്വർഗത്തിലൊരു വാതിൽ തുറന്നു വെച്ചിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഇവിടെ കയറി വരിക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം 1-ാം അധ്യായത്തിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമായിരുന്നെങ്കിൽ 4-ാം അധ്യായത്തിൽ സാന്നിധ്യം ഇറങ്ങി വരികയല്ല, സാന്നിധ്യത്തിലേക്ക് യോഹന്നാനെ എന്ത് ചെയ്യുകയാണ്? കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ദൈവസഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആമേ. നിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടി, ആമേ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ പൊൻപാദങ്ങളോടുകൂടെ തലയും താടിയും ഹിമത്തോളം വെളുത്ത അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളുമായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട തേജോമയനായ ക്രിസ്തു ഇതിനകത്ത് നിലകൊള്ളുന്നുണ്ട്. അത് എല്ലാവർക്കും, ഭൂരിഭാഗം പേർക്കും അനുഭവ്യമാണ്. എന്നാൽ ഇതിനകത്തു നിന്ന് ചിലരെ അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന സ്വർഗതലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക്, ആമേൻ, ആ സ്പിരിറ്റ് തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ എത്ര പേർ പരിശുദ്ധാത്മാവിനകത്ത് ആത്മാവിന്റെ ഉപരിതലത്തിലൊന്ന് കയറുവാൻ, ആത്മാവിന്റെ ഹയർ പൊസിഷൻസ് ഓഫ് ദ സ്പിരിറ്റ് അല്ല, പരിശുദ്ധാത്മാവിന്റെ ഉപരിതലത്തിൽ. ജീസസ്, ജീസസ്.
അന്യഭാഷകളിൽ തന്നെ റാൽബര പ്രവശരം പ്രൗലകർഷ് മകാരിബ കർബകർബ കാർത്തുനീജി ബീജക്കൽബ പ്രവകൽകം താനം ചപം പുരം ചംപ്രവാനി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ ഇതിനകത്ത് ആത്മമണ്ഡലത്തിന്റെ സാധ്യതകളെ തുറന്നെടുക്കുന്നു. I command in spirit every hindering spirits, വഴി തടയുന്ന സകല അന്യായ ആത്മാക്കളോ ദുരാത്മാക്കളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒതുങ്ങി മാറട്ടെ. ആത്മമണ്ഡലം തുറന്നു വരട്ടെ, പരിശുദ്ധാത്മതലം തുറന്നു വരട്ടെ, ദൂതന്മാരുടെ തലം തുറന്നു വരട്ടെ. സ്വർഗീയ സാന്നിധ്യത്തിന്റെ the upper room of the spiritual realm, ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മമണ്ഡലത്തെ തുറക്കുന്നു. ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മമണ്ഡലത്തെ തുറക്കുന്നു. ദൈവജനത്തിനെതിരായ ദുരാത്മാക്കൾ വെളിപ്പെട്ടു വരട്ടെ. ദൈവജനത്തിനെതിരായ പൈശാചിക മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ദൂതന്മാരുടെ സാന്നിധ്യത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് സ്വർഗം കയറി ചെല്ലട്ടെ. സ്വർഗത്തിലേക്ക് ജനം കയറി ചെല്ലട്ടെ. Larsaba Pravalsi Ralkorama Sartenia Ralkenia Pravasia Lautaria. Open it, O Lord, open it, O Lord, open it, O Lord. Sabalabakatania Tanania Tartanadi Ralteneke Tormasa Pravarji Raltitana 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 break. Shababarabahasi abalakatari aptanam jabari Rus beheria tarakatarana Raltatania Adaram Durakata up. Lasaratania Rasalataria Rabashaptabara Prabhajiha Artala Kator Manasya Prabhajara Artala Pravash Artunia Tarkama Prabhajiha. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Ralba Karbatera Pravachor Mateni Ralba Pravashartania Kartenia. Holy Spirit, Pravajaga Praude Martenia Ralba Pravas Artenia Pravas Martunia Ralbania Ralga Kakarosia Pravajini Metonia Raltonia Martonia Sartania Raltiberia Charbala Pravasi Bartuni Balbatania Bartuni Balbaltania Baltania Ralkatela Balatan.
യെരമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മുമ്പോട്ട് ചില വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആവർത്തിക്കട്ടെ ഒരിക്കൽ കൂടെ, ഒരു പ്രഭാഷണം കേൾക്കുന്ന ലാഘവത്തോടു കൂടെ നിൽക്കാതെ സ്വർഗം നിങ്ങൾക്ക് നൽകുന്ന ആത്മശക്തിക്കകത്ത് കയറി 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 അമേൻ ദൈവികമായ ചിലതിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ എന്നോട് പർട്ടിക്കുലറായി ഒരു പദം പറയുന്നു. ചിലതിനെ പൊട്ടിച്ചെടുക്കുവാൻ പറയുന്നു. സ്വച്ഛ ജഡാമാംസി തൈലം നിറഞ്ഞ കുപ്പി പൊട്ടിച്ചതുപോലെ അറബ്ധനാദി അടച്ചു വെച്ചിരുന്ന ചിലതിനെ തുറക്കുകയല്ല, പൊട്ടിച്ചു കളയുക. ഇനി ആരും അടയ്ക്കാതെ വേണം പൊട്ടിച്ചു കളയുക. അത് പൊട്ടിയാൽ ആമേൻ ഒരു ഏരിയ മുഴുവനും, ഒരു കുപ്പി പൊട്ടിയാൽ ഒരു വീട് മുഴുവനും നിറഞ്ഞെന്നാ പറഞ്ഞത്. അവൾ അത് പൊട്ടിച്ചു. ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ചു, ഒരു വീട് മുഴുവനും നിറഞ്ഞുവെന്നാ പറയുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ട് ചിലതിനെ പൊട്ടിക്കും. അത് ചില വീടുകളുടെ, ചില വ്യക്തികളുടെ നിറവായി മാറ്റപ്പെടും. നീ പൊട്ടിക്കും, വീട് നിറയും. നീ പൊട്ടിക്കും, നിന്റെ വീട് നിറയും. നീ പൊട്ടിക്കും, നിന്റെ വീട് നിറയും. നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം, നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം, the Lord who considers the humiliation of his people. തൻ്റെ ജനത്തിൻ്റെ നിന്നയെ ദൈവം കടാക്ഷിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന 7 നിന്ദകളിൽ കൂടെ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 7 നിന്ദകളിൽ കൂടെ. അതിൽ എത്രത്തോളം നമുക്ക് കടന്നു പോകാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് കടന്നു പോകാം. ആമേൻ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് നിന്നയുടെ 1-ാമത്തെ തലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഹൃദയത്തിൽ നിന്ന് ഉളവായി വരുന്ന ഒരു നിന്ദയെ നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഏതാണ് ഈ നിന്ദ എന്നറിയാമോ? ഈ നിന്ദയെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ ആരാധനയ്ക്കെതിരെയുള്ള നിന്ദയാണ്. പക്ഷേ ദാവീദിൻ്റെ ആരാധനയ്ക്കെതിരെയുള്ള നിന്ദ എന്ന് പറയുന്നത്, ദാവീദ് കിന്നരം വായിച്ച് പാടുമ്പോൾ, ദാവീദ് പാട്ടുപാടുമ്പോൾ, ദാവീദ് സംഗീതക്കാരോടുകൂടെ നിന്ന് ആരാധിക്കുമ്പോൾ അവിടെയൊന്നും നിന്ദിക്കപ്പെടുന്നില്ല. പക്ഷേ പെട്ടകം പട്ടണത്തിൽ കയറിയപ്പോൾ ദാവീദിൻ്റെ ഡാൻസിങ്ങിൻ്റെ, ദാവീദിൻ്റെ വർഷിപ്പിൻ്റെ ലെവല് മാറി. ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം, പെട്ടകം കയറിക്കഴിഞ്ഞാൽ ആരാധനയുടെ ലെവല് മാറോ? ആമേൻ. ദൈവസാന്നിധ്യം കയറിക്കഴിഞ്ഞാൽ, ആത്മാഭിഷേകം കയറിക്കഴിഞ്ഞാൽ ആരാധിക്കുന്നവനൊരു ഭ്രാന്തനെ പോലെ നിന്ന് ആരാധിക്കാം. പെട്ടകം കടക്കുന്നിടം വരെ ദാവീദിൻ്റെ ആരാധന വളരെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പെട്ടകം അടുത്ത് വരുന്നിടം വരെ ദാവീദിൻ്റെ ആരാധന വളരെ ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ പെട്ടകം പട്ടണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആരാധനയുടെ ലെവല് മാറി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, പെട്ടകം കയ്യിലുള്ളവൻ്റെ ആരാധന വേറെ ലെവലാണ്. അഭിഷേകമുള്ളവൻ്റെ ആരാധന വേറെ ലെവലാണ്. അഭിഷേകം ഇല്ലാത്തവൻ നല്ല താളത്തിൽ, നല്ല ഈണത്തിൽ, നല്ല രാഗത്തിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോൾ അഭിഷേകമുള്ളവൻ ഒരുപക്ഷെ രാഗവും താളവും കാണത്തില്ല, പക്ഷേ അവൻ്റെ ആരാധന വേറെ ലെവലാ. ആ ആരാധനയിൽ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ യഹോവയുടെ മുൻപാകെ
കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, യഹോവയുടെ മുൻപാകെ ദാവീദ് കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, അതെന്താണെന്നറിയാമോ? പെട്ടകം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് പിന്നെ അവിടെ നിൽക്കുന്നവരുടെ കൂടെ ഒന്നും ആരാധിച്ചു എന്നല്ല പറയുന്നത്, സഭക്കാരുടെ കൂടെ, തൻ്റെ മന്ത്രിമാരുടെ കൂടെ എന്നൊന്നുമല്ല പറഞ്ഞത്. യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തോ. ആമേൻ. ഒരു എൻകൗണ്ടർ സംഭവിക്കുകയാണ്, ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ആ സാന്നിധ്യത്തിൽ ഇവൻ ആരാധിക്കുന്നത് കണ്ടപ്പോൾ നിന്ദിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് ആരാധിച്ചു കയറുമ്പോൾ, ദൈവ സാന്നിധ്യത്തിനകത്ത് നീ തുള്ളുമ്പോൾ, നിനക്കെതിരെ ചില ഹൃദയങ്ങളിൽ ഉളവായ നിന്ന ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കടാക്ഷിക്കാൻ പോവുകയാണ്. ലാൽബര പ്രവശ പ്രവാലിയ അർത്ഥന കടകടകട ഘടക പ്രവാരി അർത്ഥല പ്രവാലി അർദ്ധരെ കടകടകട ഘടകശ പ്രവാരി അർത്ഥര പ്രവാലിയ. ജീസസ്. ആമേൻ. ദാവീദ് ആരാധിച്ചു കഴിഞ്ഞിട്ട് ദാവീദ് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ദാവീദ് ആരാധിച്ചു കഴിഞ്ഞിട്ട് ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ആരാധിക്കുന്നവന് മറ്റുള്ളവനെ അനുഗ്രഹിക്കാൻ കഴിയോ? ഞാൻ ആവർത്തിക്കട്ടെ, ആരാധിക്കുന്നവന് മറ്റുള്ളവനെ അനുഗ്രഹിക്കാൻ കഴിയോ? അവൻ ജനത്തെ അനുഗ്രഹിച്ചോ. ജനത്തിന് ഒരു കഷണം അപ്പം, ഒരു കഷണം ഇറച്ചി, ഒരു മുന്തിരിയട, ഫ്രൂട്ട്, വീറ്റ്, മീറ്റ്, ഇത് മൂന്നും കൊടുത്ത് ഓരോരുത്തരെയും താൻ തൻ്റെ വീട്ടിലെ പറഞ്ഞയച്ച് ദാവീദ് അവരെ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ അനുഗ്രഹം കഴിഞ്ഞ് ദാവീദ് തിരികെ വീട്ടിലേക്ക് വരികയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ കുടുംബത്തെ, തൻ്റെ വീടിനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നീ ആരാധിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നീ നിന്റെ വീട്ടിൽ കയറുമ്പോൾ ഒരു അനുഗ്രഹമായിരിക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാസ്റ്ററുടെ ചങ്ക് വാടുമ്പോഴല്ല ദൈവജനത്തിന്റെ ആരാധന ഉയരേണ്ടത്. അവന്റെ അകത്തൊരു ആരാധന ഉണ്ടാകണം. അൽപ്പന പ്രവചനം പ്രൗഢവർദ്ധനഹാദിയ അർക്കപ്രവശ്യ. ദാവീദ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്ത് ജനത്തെ അനുഗ്രഹിച്ചു. പക്ഷെ മറുഭാഗത്ത് ഒരു നിന്ന പൊങ്ങി വരികയാണ്. അബാലകശ പ്രൗഢഭാരി. എന്നാൽ ദാവീദ് തിരികെ തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. എതിരേറ്റ് ചെന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, ആമേ, ഇസ്രായേലിന്റെ രാജാവ് ദാസികളുടെ മുൻപാകെ തന്നെത്താൻ അനാവൃതനാക്കി എന്നാണ് പറയുന്നത്. അനാവൃതനാക്കി എന്ന് പറഞ്ഞാൽ അൺകവേർഡ്, അൺകവേർഡ്. അവന്റെ മൂടുപടങ്ങളെ അവൻ മാറ്റി. യഥാർത്ഥ ആരാധന നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അൺകവർ ചെയ്യപ്പെടോ. അവന്റെ മാന്യതകളൊക്കെ വിടോ, അവന്റെ പോളിസികളൊക്കെ വിടോ. അവൻ കരയാൻ തുടങ്ങോ, അവൻ ചിരിക്കാൻ തുടങ്ങോ, അവൻ നിലമ്പാട് വീഴാൻ തുടങ്ങോ. വാട്ട് ഈസ് ദ റിയൽ വർഷിപ്പ്? അൺകവറിങ്. അവിടെ പറയുകയാണ്, ഇന്ന് ദാസിമാർ കണ്ടോ റിയലി ദാവീദ് ആരാണെന്ന്? അന്ന് വരെ ദാവീദ് റിയലി ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ആമേ, രാജവസ്ത്രത്തിനകത്ത്, ആമേ, നല്ല മനോഹരമായ വസ്ത്രത്തിനകത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനുഷ്യൻ. പക്ഷേ ആരാധനയുടെ മുമ്പാകെ ആരാധിച്ചപ്പോൾ രാജവസ്ത്രം മാറിയപ്പോ കണ്ടോ, മരുഭൂമിയിലും ഗുഹകളിലും അലഞ്ഞു തിരിഞ്ഞ വേദനപ്പെട്ട ശരീരം. ശൗലിന്റെ മുൻപാകെ ഓടിപ്പോയപ്പോൾ, മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവന്റെ കാലുകൾ വെണ്ടുകേറിയ, അവന്റെ സൗന്ദര്യമില്ലാത്ത കാലുകൾ, അവന്റെ സൗന്ദര്യമില്ലാത്ത ശരീരം ലോകം കണ്ടോ. ആമേ, മീകൾ വന്നിട്ട് പറയുക, നീ ആരാധിക്കാതിരുന്നെങ്കിൽ നിനക്ക് ഈ കൊട്ടാരത്തിലെ രാജാവിന്റെ ഗ്ലോറി ഉണ്ടായിരുന്നു. പക്ഷേ നീ ആരാധിച്ചപ്പോൾ യു അൺകവേർഡ് യുവർസെൽഫ്. നീ ഇട്ടിരുന്ന ചില ഹിപ്പോക്രസികൾ, നീ ഇട്ടിരുന്നതായ ചില മൂടുപടങ്ങൾ മാറി. ഇനി നിനക്ക് എന്തോ മഹത്വമോ ഉള്ളത്. സഭയുടെ നടുവിൽ നിന്ന് നീ കരഞ്ഞില്ലേ? സഭയുടെ നടുവിൽ നിന്ന് നീ വാവിട്ട് നിലവിളിച്ചില്ലേ? ഇനി നിനക്ക് എന്ത് മഹത്വമാവുള്ളത്? യു അൺകവേർഡ് യുവർസെൽഫ്. ആമേൻ. ദാവീദിനെ നോക്കി പരിഹസിക്കുകയാ. എന്നാൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, ദാവീദ് മീഖളിനോട് പറയുകയാണ്, മീഖളെ നീ ഒരു കാര്യം അറിയണം, ആമേൻ, ഞാൻ ഇതിലധികം ഹീനനാ, എൻ്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും. പക്ഷെ നീ പറഞ്ഞില്ലേ ആമേൻ, കുറെ ദാസികള് അവരുടെ മുമ്പിൽ ഞാൻ അനാവൃതനായെന്ന്. എവിടെ ഞാൻ അൺകവർ ചെയ്യപ്പെട്ടോ അവിടെ ദൈവം എന്നെ മാനിക്കും. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ ആരാധനയുടെ മുമ്പിൽ വെളിപ്പെട്ട ചില നിന്ദകളെ, നിന്റെ എൻകൗണ്ടറിന് മുൻപാകെ വെളിപ്പെട്ട ചില നിന്ദകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിന്റെ നിന്ദയെ കൺസിഡർ ചെയ്യുകയാണ്. Larba Pravaja Pravaria, Ralka Pravaria, Riga Paragadaria Baba Baba, Rabba Pravaria, Pravaria, Pravalia, Rapara Para Pravaria, Ralta Tata Tata Tata, Ratata Tata, Rabakatana Bakatania Bakaturadara. ആരാധനയുടെ പേരിൽ ഒരു നിന്ദയുണ്ട്. ഞാൻ ആത്മീയ നിന്ദയാണ് ഒന്നാമത് തൊടുന്നത്. ആത്മീയ നിന്ദ അതിലൊന്ന് ആരാധനയുടെ നിന്ദയാണ്. രണ്ടാമത് ആരാധനയുടെ നിന്ദ, രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആത്മീയ നിന്ദയുടെ രണ്ടാമത്തെ ഭാഗം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷ 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യപുത്രൻ നിമിത്തം, മനുഷ്യപുത്രൻ നിമിത്തം നീ കർത്താവിനെ അംഗീകരിച്ചത് മുഖാന്തരം നീ നിന്ദിക്കപ്പെടും. മനുഷ്യപുത്രൻ നിമിത്തം നീ നിന്ദിക്കപ്പെടും. ആ നിന്ന എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആ നിന്നയ്ക്ക് സ്തോത്ര 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. 6-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചു തരാമോ വേദഭാഗം? മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ ഭ്രഷ്ടരാക്കും, നിങ്ങളുടെ പേര് വിടക്കെന്ന് തള്ളുമ്പോൾ. നിന്നയുടെ 3 തലങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നിന്ന എപ്പോഴും കളിയാക്കലായിട്ടല്ല വരുന്നത്. അവിടെ ഒന്ന് പറയുകയാണ്, they shall hate you. അവന് നിന്നോട് എന്തുണ്ടായിരിക്കും? ഒരു വെറുപ്പുണ്ടായിരിക്കും. വെറുപ്പിൻ്റെ കാരണം പറയുകയാണ് നിന്നോടുള്ള നിന്ദയാണ്. ആമേൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ് നിങ്ങളെ ഭ്രഷ്ടരാക്കും. എന്താണ് ഭ്രഷ്ടരാക്കുക? ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, they shall separate you from their company. അവരുടെ കൂട്ടുകെട്ടിനകത്തുനിന്ന് എന്ത് ചെയ്യുക? നിന്നെ മാറ്റി നിർത്തും. they shall separate you from their company. അവരുടെ സംഘത്തിൽ നിന്ന്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് നിന്നെ ഒന്ന് ഒറ്റപ്പെടുത്തോ. ആമേ, ഇതൊക്കെ നിന്നയുടെ പോരുകളാണ്. മനുഷ്യപുത്രൻ നിമിത്തം നിന്നെ ഹേറ്റ് ചെയ്യോ. they shall separate you from your company. ഇന്ന് പകൽ നിന്നയുടെ താഴ്വാരങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. they shall separate you from their company. എന്നിട്ട് അടുത്തത് പറയുകയാണ്, and cast out your name as evil. നിന്റെ പേര് ഒരു ഈവിളായിട്ട് ചിത്രീകരിച്ച് തള്ളിക്കളയോ. നിന്റെ പേരൊരു പിശാചെന്ന് പറയുന്നത് പോലെ നിന്റെ പേര് കേൾക്കുമ്പോഴേ കലി കൊള്ളാൻ തുടങ്ങോ. അമ്മേ, അപ്പോൾ പറയുകയാണ് നീ ഭാഗ്യവാനാണ്. അവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നീ ഭാഗ്യവാനാണ്. അവൻ നിന്നെ പകച്ചാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ പേരൊരു ശാപവാക്കെന്ന് പറയുമ്പോൾ നീ ഭാഗ്യവാനാണ്. കാരണം നീ എൻ്റെ പേരിൽ നിന്ന അനുഭവിക്കുകയാണ്. ആമേൻ. ആരാധനയുടെ പേരിലുള്ള നിന്ന. 2 കർത്താവിൻ്റെ പേരിലുള്ള നിന്ന. മൂന്നാമത്തെ ആത്മീയ നിന്ദയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. സ്വർഗത്തിൽ നിന്നൊരു കൊടിയ മുഴക്കം അവരുടെ വീടിനെ നിറച്ചു. ഓരോരുത്തരുടെ മേലോ ആ അഗ്നിനാവുകൾ പതിയുവാൻ തുടങ്ങി. അടുത്ത ഭാഗത്ത് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സിംപ്ലി ഒറ്റ വാക്കിൽ ഞാൻ പറയും, മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രകടനം വെളിപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് അടുത്ത ഭാഗം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. എവിടെയാണ് ഇവർ പരിഹസിക്കപ്പെട്ടത്? ആമേൻ. ഇവർ കുറെ നാളായി പരിഹസിക്കപ്പെടാൻ തുടങ്ങുകയാ. ഇവരുടെ അരുമനാഥൻ ക്രൂശിൽ
കിടന്നപ്പോൾ വഴി പോകുന്നവർ തലകുലുക്കി പരിഹസിച്ചോ? യേശു കർത്താവിനെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം പരിഹസിക്കപ്പെട്ടോ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമോ ശവം മോട്ടിച്ചോണ്ട് പോയവരാണെന്ന് പറഞ്ഞ് കളിയാക്കി. ഇപ്പോൾ അവർ വേറെ ഒരു തലത്തിലാണ് പരിഹസിക്കപ്പെടുന്നത്. എന്താണ് കാരണം? അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ തുടങ്ങി. അവരുടെ അകത്ത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി ഗോസ്റ്റ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പ്രോമിസ് ഓഫ് ഹോളി ഗോസ്റ്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന ദൈവജന നിന്ദിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ പരിശുദ്ധാത്മാവ്, അവർ നിന്ദിക്കപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് ദൈവാലയത്തിൽ ജാതികൾക്ക് പ്രവേശിപ്പാനുള്ള സുന്ദരം ഗോപുരവാതിൽക്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യനെ എഴുന്നേറ്റ് തുള്ളി നടക്കുമാറാക്കി ദൈവാലയത്തിനകത്തു കയറ്റിയ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായി രൂപാന്തരപ്പെട്ട ഹ്യൂമിലിയേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ അപമാനം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ നീ പരിഹസിക്കപ്പെടാം. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി ഗോസ്റ്റ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ 2-ാം അധ്യായത്തിൽ പരിഹാസമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ 3-ാം അധ്യായത്തിൽ അതൊരു അത്ഭുതമായി മാറ്റപ്പെടുകയാണ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട്, തലമുറകളോട് വിളിച്ചു പറയട്ടെ, അഭിഷേക നിമിത്തം ആവർത്തിക്കട്ടെ, അഭിഷേക നിമിത്തം നീ പരിഹസിക്കപ്പെടുമ്പോൾ നീ ധൈര്യപ്പെട്ടുകൊള്ളണം. നീ ഏത് അഭിഷേക നിമിത്തം പരിഹസിക്കപ്പെട്ടോ അതേ അഭിഷേകം നിമിത്തം നിന്റെ കൈകൊണ്ട് ദൈവ അത്ഭുതങ്ങളെ, ദൈവം അടയാളങ്ങളെ, ദൈവം വീര്യപ്രവർത്തികളെ അവിടെ ചെയ്യിക്കുവാൻ തുടങ്ങും. ഹ്യൂമിലിയേഷൻ ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. ആത്മീയത മുഖാന്തരം നിന്ദിക്കപ്പെടുമ്പോൾ നിന്റെ അന്യഭാഷയുടെ മുമ്പിലാണോ, നിന്റെ പ്രവചനത്തിന്റെ മുമ്പിലാണോ, നീ തുള്ളിച്ചാടിയപ്പോഴാണോ, നിന്റെ കൃപാവരങ്ങളുടെ മുമ്പിലാണോ, എവിടെയാണ് നീ നിന്ദിക്കപ്പെട്ടത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്ന് നീ പരിശുദ്ധാത്മാവ് മുഖാന്തരം അപമാനിക്കപ്പെട്ടുവെങ്കിൽ നാളെ അതേ അഭിഷേകം കൊണ്ട് നീ ചിലതിനെ ജന്മനാ മുടന്തായി പോയ ചിലതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ നടത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിനത് മതിയായതാണ്. സ്തോത്രം, സ്തോത്രം. ആത്മീയത മുഖാന്തരം പരിഹസിക്കപ്പെടും, ആത്മീയത മുഖാന്തരം നിന്ദിക്കപ്പെടും. 1, അത് ദൈവസാന്നിധ്യം അറിഞ്ഞ് ആരാധിക്കുമ്പോൾ. 2, കർത്താവിൻ്റെ നാമനിമിത്തം ഒറ്റപ്പെടും. 3, പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ. 4, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 32-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. ഇവിടെ ഇവർ അന്നുവരെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഉപദേശം പ്രസംഗിക്കുകയാണ്. ഏതാണ് ഈ ഉപദേശം? യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്താൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട പുനരുദ്ധാനത്തിൻ്റെ ഉപദേശം. സ്തോത്രം. ഉപദേശം നിമിത്തം പരിഹസിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഉപദേശത്തിൽ വെള്ളം ചേർത്താൽ പെന്തക്കോസ്തിന് നല്ല മാന്യത കിട്ടും. ആമേൻ. ഉപദേശത്തിൽ വിട്ടുവീഴ്ച ചേർത്താൽ പെന്തക്കോസ്തുകാർക്ക് കുറച്ചും കൂടെ അഡ്രസ്സ് കിട്ടും. സ്തോത്രം. പക്ഷേ ഉപദേശത്തിൻ്റെ പരിഹാസം, ഉപദേശത്തിൻ്റെ നിന്ന, ആമേൻ, അത് ചുമക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ നിന്നാൽ ദൈവം അവനെ ആദരിക്കും. ആമേൻ. മാനസാന്തരപ്പെടുമ്പോൾ ആമേൻ ഒരു പരിഹാസമുണ്ട്. സ്നാനപ്പെടുമ്പോൾ ഒരു പരിഹാസമുണ്ട്. വേർപാട് അനുഷ്ഠിക്കുമ്പോൾ ഒരു പരിഹാസമുണ്ട്. വിശുദ്ധ ജീവിതം ചെയ്യുമ്പോൾ ഒരു പരിഹാസമുണ്ട്. ഉപദേശം കേട്ടിട്ട് പരിഹസിച്ചു. ഉപദേശം കേട്ടിട്ട് ഞങ്ങളുടെ ഒന്നും പള്ളിയിൽ ഇങ്ങനെ ഉപദേശിക്കുന്നില്ലല്ലോ. നിന്റെ ഉപദേശം നിന്നെ പരിഹാസപാത്രമാക്കുമ്പോൾ യെരമ്യാവ് പറയുകയാണ്, എൻ്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്.
പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട് അവർ പരിഹസിച്ചു. ആമേൻ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നീ പറയുമ്പോൾ, പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ, വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ, നിന്റെ തീഷ്ണതയെക്കുറിച്ച് പറയുമ്പോൾ, നീ മാമോദിസയ്ക്ക് പങ്കെടുക്കത്തില്ലെന്ന് പറയുമ്പോൾ, നീ 16 അടിയന്തരത്തിന് പോകത്തില്ലെന്ന് പറയുമ്പോൾ, നീ 41 ചാവൂട്ടിനും പോകത്തില്ലെന്ന് പറയുമ്പോൾ, മനുഷ്യൻ നിന്നെ പരിഹസിക്കുക. നിന്റെ വേർപാടിൻ്റെ മുൻപാകെ മനുഷ്യൻ നിന്നെ നിന്ദിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പൈതല് ആ നിന്നയെ കൺസിഡർ ചെയ്യുന്ന, ആ അപമാനത്തെ കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ജീസസ്. ഉപദേശത്തിൻ്റെ പരിഹാസത്തെ ഏറ്റെടുക്കുന്ന തലമുറ, ഉപദേശത്തിൻ്റെ പരിഹാസത്തെ ഏറ്റെടുക്കുക. പക്ഷേ ആ ഉപദേശത്തിൻ്റെ നിന്നയെ ദൈവം കടാക്ഷിക്കും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഉപദേശത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിനക്കൊരു നിന്നയുണ്ട്. ഓ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. ആമേൻ. സ്പിരിച്വാലിറ്റിയുടെ നിന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് ഞാൻ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിഷയമായി തന്നെ പറയാം. യേശുവുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, ആമേൻ, ഹ്യൂമിലിയേഷൻ ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. ആമേൻ. ആത്മീയത മുഖാന്തരമുള്ള നിന്ന. രണ്ടാമത്തെ നിന്ന എന്ന് നാം പഠിക്കുമ്പോൾ, ആമേൻ, ശത്രു പ്രബലപ്പെടുമ്പോഴുള്ള നിന്ന. ശത്രു പ്രബലപ്പെടുമ്പോഴുള്ള നിന്ന. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, ഫെലിസ്ത്യരും ഇസ്രായേലിലും തമ്മിൽ ഏലാത്ത് താഴ്വരയിൽ ഏറ്റുമുട്ടുകയാണ്. ഫെലിസ്ത്യരും ഇസ്രായേലിലും തമ്മിൽ ഏലാത്ത് താഴ്വരയിൽ ഏറ്റുമുട്ടുമ്പോൾ, ഫെലിസ്ത്യരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ മനുഷ്യനെ നമുക്കറിയാം, ഗത്തിനായ ഗോലിയാത്ത്. ആ ഗത്തിനായ ഗോലിയാത്തിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ 6 മുഴവും 1 ചാൺ നെടുപ്പവുമുള്ളവനായിരുന്നു. 6 മുഴവും 1 ചാൺ നെടുപ്പവുമുള്ള മനുഷ്യൻ. ഏതാ 1 ശമൂവേൽ 17-ാം അധ്യായം, 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ 6 മുഴം വലിപ്പവും 6 മുഴവും 1 ചാണും നെടുപ്പവും ഉള്ളവനായിരുന്നു. ഈ ആമേൻ, 6 മുഴമെന്ന് പറയുമ്പോൾ 6 അടിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. 6 ക്യൂബിറ്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യൻ, ആമേൻ, എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇനിയും 5-ാം വാക്യം, അവൻ തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചം ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവൻ്റെ മുൻപേ നടന്നു. ആമേൻ. താമ്രം കൊണ്ട് പൊതിഞ്ഞ ഒരു മനുഷ്യൻ, ഏതാണ്ട് ഒരു തെങ്ങിൻ്റെ അത്ര ഉയരമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഭയങ്കരമായ ഒരു കുന്തമുണ്ട്. അവൻ്റെ അരയിൽ വലിയ വാള് കെട്ടിയിട്ടുണ്ട്. അവൻ്റെ പരിച, ആമേൻ, കുന്തവും പരിചയും കൂടെ അവന് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ പരിച പിടിക്കാൻ മാത്രമായിട്ട് ഒരുത്തൻ വേറെയുണ്ട്. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കുന്തം കൊണ്ടല്ല, വാളുകൊണ്ടല്ല. അവൻ 40 ദിനങ്ങൾ ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തി. അവൻ്റെ കയ്യിലുള്ള ഇരുമ്പായുധം കൊണ്ടല്ല, അവൻ്റെ കയ്യിലുള്ള താമ്ര ശക്തി കൊണ്ടല്ല, പകരം അവൻ്റെ പടപ്പ് തടി കൊണ്ടോ അവൻ്റെ മസിൽ പവർ കൊണ്ടോ എല്ലിൻ്റെ നീളം കൊണ്ടോ അല്ല. 40 ദിവസം അവൻ ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തിയത്. 40 ദിവസം ഏലാത്ത് താഴ്വരയിൽ ഇരുമ്പായുധങ്ങൾ ചലിച്ചില്ല. 40 ദിവസം ഏലാത്ത് താഴ്വരയിൽ താമ്ര കവചകങ്ങളിൽ ഒരു അമ്പോ പോലും കൊണ്ടില്ല. ഒരു ഇരുമ്പിൻ്റെ കുന്തം പോലോ 40 ദിനങ്ങൾ ഏലാത്ത് താഴ്വരയിൽ ചലിച്ചില്ല. പക്ഷെ 40 ദിനങ്ങൾ അതിനകത്ത് ചലിച്ചത് എന്തുമാത്രമായിരുന്നറിയാമോ? ഏലാത്ത് താഴ്വരയെ
പ്രകമ്പനം കൊള്ളിച്ചത്, ഇസ്രായേലിനെ അധൈര്യപ്പെടുത്തിയത്, ഇസ്രായേലിന്റെ രാജാവിനെ നിശ്ചലനാക്കി തീർത്തത് ഒരു ഇരുമ്പിന്റെയോ താമ്രത്തിന്റെയോ ആയുധമായിരുന്നില്ല. എല്ലില്ലാത്ത ഒരു നാക്കായിരുന്നോ, ഒരു പരിഹാസത്തിന്റെ നാക്കായിരുന്നോ. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, അവന്റെ കയ്യിലുള്ള പടപ്പ് തടിയുള്ള കുന്തത്തെക്കാട്ടിലും വേലിനെക്കാട്ടിലും വാളിനെക്കാട്ടിലും അവൻ ഉപയോഗിച്ചത് അവന്റെ നാവായിരുന്നു. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, പിശാച് എത്രമാത്രം നാവുകൊണ്ട് നിനക്കെതിരെ കളിക്കുമെന്ന്. ഈ മല്ലനായ മനുഷ്യന്റെ കയ്യിൽ ശേക്കല് കണക്കിന് തൂക്കമുള്ള ഇരുമ്പിന്റെ കുന്തമുണ്ടായിട്ട്, വേലുണ്ടായിട്ടും പടപ്പ് തടി ഉണ്ടായിട്ട്, വാളുണ്ടായിട്ടും പരിചയുണ്ടായിട്ട് അവൻ യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണ്? അവന്റെ നാവ് കൊണ്ടാണ് അവൻ യുദ്ധം ചെയ്തത്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണ, എനിക്കും നിങ്ങൾക്കുമെതിരെ ശത്രു ഇരുമ്പ് കൊണ്ടും താമ്രം കൊണ്ടുമല്ല യുദ്ധം ചെയ്യുന്നത്. എല്ലില്ലാത്ത നാക്കുകൊണ്ട് വേണ്ടാതീനം വിളിച്ചു പറഞ്ഞ് നിന്നയുടെ പരിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് 40 ദിനരാത്രങ്ങൾ ഇസ്രായേലിന്റെ പടയാളികളെ ചലിപ്പിക്കാതെ നിർത്തിയത്, ഇസ്രായേലിന്റെ സൈന്യത്തെ നിശ്ചലമാക്കിയത്, ഇസ്രായേലിന്റെ രാജാവിനെ ഒതുക്കി നിർത്തിയത്. അവന്റെ 6 അടി ഉയരമായി, അവന്റെ 6 മുഴം ഉയരമായിരുന്നില്ല. പകരമോ അവന്റെ എല്ലില്ലാത്ത ചെറിയ നാവായിരുന്നു. ഇന്ന് പകൽ ദൈവജനമേ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന നാവുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ച് കയറി വരട്ടെ. ജലം ജനം പ്രവാചലം, അർദ്ധനം പ്രവാചലം, ഫെലിസ്ത്യന്റെ ഇരുമ്പിനെക്കാട്ടിലും, ഫെലിസ്ത്യന്റെ താമ്രത്തെക്കാട്ടിലും, ഫെലിസ്ത്യന്റെ വലിയ പവർ എന്ന് പറയുന്നത് അവന്റെ നാവിനകത്താണ്. ഇന്ന് പകൽ നിനക്കെതിരെ ഉയരുന്ന നിന്നയുടെ നാവുകളുടെ പിമ്പിൽ ഒരു സ്പിരിറ്റ് അതോറിറ്റി ഉണ്ട്. പക്ഷേ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അഭിഷേകമുള്ളവൻ അതിനെ വെട്ടിക്കളയട്ടെ. ജീസസ്, ജീസസ്. ഓ, കണ്ടോ? ഒരു അവന്റെ നാവാണ് 2 സൈന്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അവന്റെ നാവാണ് ഇസ്രായേലിന്റെ രാജാവിന് ബലക്ഷയം വരുത്തിയത്. ദാവീദ് കടന്നു വന്നപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തെ, ഇവനെ കൊന്നാൽ ഇസ്രായേലിന്റെ നിന്ന മാറും. എന്നിട്ട് അടുത്തതായിട്ട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ഇവൻ ആരെന്ന് ചോദിക്കുകയാണ്. കണ്ടോ, ശത്രു നിന്ദിക്കാൻ വായി തുറക്കും സഹോദരങ്ങളെ. ശത്രു നിന്നയുടെ ബലവുമായി കയറി വരും. പക്ഷേ ദൈവജനം ആ നിന്നയുടെ മുമ്പിൽ പതറിപ്പോകരുത്. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും യുദ്ധമാണ്. സെൻഹരീബിൻ്റെ, അശൂർ രാജാവായ സെൻഹരീബിൻ്റെ ദൂതനായിരിക്കുന്ന റബ്ഷാക്കെ കടന്നു വന്ന് ഇസ്രായേലിൻ്റെ അതിരിങ്കൽ നിന്ന് അലറുകയാണ്. ആമേൻ. അവൻ ഈ രാജാവ് പറയുമ്പോൾ ഈ രാജാവിന് എണ്ണമറ്റതായിട്ടുള്ള കുതിരകളും രഥങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കുറച്ച് കുതിരകളെ തരാം, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയാണ്. ആമേൻ. 18-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ആകട്ടെ എൻ്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക, നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. കണ്ടോ, 2000 കുതിരയെ ഇസ്രായേലിന് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാമെന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ പിന്നെ നിനക്ക് വന്ന് ഈ 2000 കുതിരയെ ഇസ്രായേലിന് കൊടുക്കാതെ നിനക്ക് ആ 2000 കുതിരയും കൊണ്ട് വന്ന് ഇസ്രായേലിനെ അങ്ങ് തോപ്പിച്ചിട്ട് പോയാൽ പോരായോ? ഇല്ല, 2000 കുതിര വെറുതെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവൻ്റെ കയ്യിൽ 10,000 കണക്കിന് കുതിരയും രഥങ്ങളും കിടപ്പുണ്ട്. അതിൽ കയറാനുള്ള കുതിരച്ചേവകരും അവൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്നാൽ
പതിനായിരക്കണക്കിന് കുതിരകളെ പൂട്ടി തൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സെൻഹരീബ് എന്ന അശൂർ രാജാവ് തൻ്റെ ദൂതനായ റബ്ശാക്കെ വിട്ടിട്ട് പറയുക, ഇസ്രായേലിന് നേരെ കുതിര കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും, രഥങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും, വാളുകൊണ്ടും കുന്തം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും എല്ലില്ലാത്ത നാക്കിട്ട് അവന്റെ നേരെ പളവള അടിക്കുന്നതാ നല്ലതെന്ന് അൽബര പ്രവാചക പ്രൗഢവർദ്ധനാദി. ഇന്ന് പകൽ ദൈവജനം ഒരു കാര്യം തിരിച്ചറിയണം. രഥങ്ങളെക്കാട്ടിലും കുതിരകളെക്കാട്ടിലും വാളിനെക്കാട്ടിലും വില്ലിനെക്കാട്ടിലും പിശാചിന്റെ ആയുധം എന്ന് പറയുന്നത് തിന്മയുടെ നിന്ദയുടെ നാവാണ്. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാവ് നിന്നെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അതവന്റെ മോസ്റ്റ് പവർഫുൾ വെപ്പണായി അവൻ കരുതുന്നത് കൊണ്ടാണ് നിനക്കെതിരെ അവൻ നാവ് ചലിപ്പിക്കുന്നത്. എന്നാൽ ഹിസ്കിയ രാജാവ് സങ്കടപ്പെട്ട് ദൈവത്തിന്റെ ആലയത്തിൽ പോയി കരഞ്ഞു ഇറങ്ങുമ്പോൾ ഹിസ്കിയാവ് ഒരു വാക്ക് പറഞ്ഞു. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ 19-ാം അധ്യായം 4-ാം വാക്യം, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്കൊക്കെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യോ. സ്തോത്ര. യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറയുകയാണ്, അശൂർ രാജാവ് നിനക്കെതിരെ റബ്ശാക്കയുടെ നാക്കിനെ ഉപയോഗിക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കാത് തുറന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പർട്ടിക്കുലറായി തൊട്ട് പറയുകയാണ്, നിനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില നാവുകളെ, നിനക്കെതിരായ ചില റബ്ശാക്കയുടെ നാവുകളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. ഞാൻ ആവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യോ. റബ്ശാക്കയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടതിനെ ദൈവം കൈകാര്യം ചെയ്യും. ലാർബ പ്രവച പ്രവാലഘടക റൽധുനി ബജാബ പ്രൗഢവർദ്ധനാദിയ അർത്ഥകൽബന പ്രവസ്യ റൽധന രഗധര പ്രഭാരിയ അർത്ഥനാരഘടകലഘടാദിയ രീഗാ ബാബ ശലരഹസ്യാദര റൽധന മഹംസവ പ്രവാനിയ. സ്തോത്രം. കണ്ടോ, സ്പിരിച്വാലിറ്റി മുഖാന്തരം നിന്റെ ആത്മീയത നിനക്ക് ചില നിന്ദകളെ കൊണ്ടുവരും. 2, നിന്റെ ശത്രു നിനക്കെതിരെ ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും ബലമേറിയ ആയുധമെന്ന് പറയുന്നത് നിനക്കെതിരെയുള്ള പരിഹാസത്തിൻ്റെ വാക്കുകളെ വിടുന്ന അവൻ്റെ നാവായിരിക്കും. നിങ്ങൾ കണ്ടോ, 10-15 അടി ഉയരമുള്ള മനുഷ്യൻ, ഒരു ഭയങ്കര തെങ്ങുപോലെ നിൽക്കുന്ന മനുഷ്യൻ, മൊത്തം താമ്രത്തിൽ പൊതിഞ്ഞ് പരിചക്കാരനെ കൊണ്ട് പിടിപ്പിച്ച് അരയിൽ വാളുകെട്ടി, സ്തോത്രം, കുന്തം ബലമേറിയ കുന്തം പിടിച്ച മനുഷ്യൻ, വേലും കുന്തവും അമ്പും വില്ലും വാളും കയ്യിലുണ്ടായിട്ടും അവൻ ഉപയോഗിച്ചത് എന്താ? നാക്ക്. ആമേൻ. അശൂർ രാജാവായ സെൻഹരീബിൻ്റെ അടർക്കളത്തിൽ ആയിരക്കണക്കിന് കുതിരകളുണ്ടായിട്ടും രഥങ്ങളുണ്ടായിട്ടും അവൻ ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് എന്താ? രബ്ശാക്കയുടെ നാക്ക്. ആമേൻ. നിങ്ങളൊരു കാര്യം അറിയണം, രബ്ശാക്കയുടെ നാക്കിൻ്റെ പിമ്പിൽ ഒരു രാഷ്ട്രമുണ്ട്. രബ്ശാക്കയുടെ നാക്കിൻ്റെ പിമ്പിൽ ഒരു രാജാവുണ്ട്. രബ്ശാക്ക ഒരു ദൂതൻ മാത്രമാ, അതിൻ്റെ പിമ്പിൽ ഒരു കിങ്ഡമുണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു രാജാവുണ്ട്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില രബ്ശാക്കയുടെ പിമ്പിൽ ഒരു കിങ്ഡമുണ്ട്, സൈറ്റനിക് കിങ്ഡം, ഒരു രാജാവുണ്ട് സൈറ്റൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിന്റെ ദുരാത്മ സേനകളോടും അത്രേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അതിനെ വെട്ടിക്കളയട്ടെ. നിന്ദകളെ കടാക്ഷിക്കുന്ന ദൈവം അബലഭവ പ്രവാചകടവ പ്രഭാരിയ അർത്ഥന പ്രവാചക പ്രൗഢവർദ്ധനവ പ്രവാസി റാൽഗനാജിയ റാൽഗനാജിയ റാൽഗനാജര പ്രൗഢവർഷവ പ്രൗഢാരിയ. ജീസസ്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്.
ഒന്ന് ആത്മീയത വരുത്തുന്ന നിന്ന, രണ്ട് ശത്രു ഉയർത്തുന്ന നിന്ന, മൂന്നാമത്തെ നിന്ന എന്ന് പറഞ്ഞാൽ ഞാനതിനെ സിമ്പിളായിട്ട് പറയും, അല്പൻ്റെ ഉയർച്ച. അല്പൻ്റെ ഉയർച്ച, അല്പൻ്റെ ഉയർച്ച. നമ്മുടെ നാട്ടിലൊക്കെ പറയാം, അല്പൻ ഐശ്വര്യം ലഭിച്ചാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. അവൻ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുക മാത്രമല്ല, അവൻ നിന്നെ പരിഹസിക്കുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ടാ ശലോമോൻ പറഞ്ഞത്, ദാസി യജമാനത്തി ആയാൽ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ നാട്ടുകാർ പൊറുതിമുട്ടുമെന്ന് പറഞ്ഞത്. ആമേൻ. അല്പൻ ഉയർച്ച ലഭിച്ചാൽ അവൻ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ തുടങ്ങും, അവൻ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ തുടങ്ങും. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ, താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നു. യജമാനത്തി എങ്ങനെയാ നിന്ദിതയായതെന്നറിയാമോ? ഹാഗാർ ഗർഭവതിയായെന്ന് കണ്ടപ്പോൾ ഹാഗാർ ഗർഭവതിയായി തീർന്നു. മിസ്രൈമിൽ നിന്ന് കൂലിക്ക് വന്ന് ഊരും പേരും ഇല്ലാത്ത ഒരു പെൺകൊച്ച്, അവളെ കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ അടിമപ്പണിക്ക് നിർത്തി. അടിമപ്പണിക്ക് നിർത്തിയ ഇടത്തു നിന്ന് സാറായിക്ക് അവളോടൊരു ദയ തോന്നി, സാറായിക്ക് അവളോടൊരു കരുണ തോന്നി. സാറ എന്ത് ചെയ്തോ? അവളുടെ ദാസിയാക്കി തീർത്തു. ആമേൻ. അവരുടെ വീട്ടിൽ ഒത്തിരി പണിക്കാരുണ്ട്. പശുവിന് തീറ്റി കൊടുക്കുന്നവരുണ്ട്, ആടിന് മുള്ളു പറിക്കുന്നവർ, പ്ലാവില പറിക്കുന്നവരുണ്ട്, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നവരുണ്ട്. ആമേൻ. പണിക്കാർക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്നവരുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര കിച്ചൻ കാണും? 318 അഭ്യാസികൾ അവിടെ തന്നെ ജനിച്ചവരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ കോളനിയാണ് അവിടെ. അപ്പോൾ പണിക്കാർക്ക് വേണ്ടി വേറെ ഒരു കിച്ചനുണ്ട്, അബ്രഹാമിന് സാറയ്ക്കും വേണ്ടി വേറെ ഒരു കിച്ചനുണ്ട്. മാത്രമല്ല അബ്രഹാമിൻ്റെ സാറയുടെ തുണിയൊക്കെ മടക്കി വെക്കാൻ, അവരുടെ റൂം സെറ്റ് ചെയ്യാനൊക്കെ വേറെ ചില പണിക്കാരുണ്ട്. അങ്ങനെ സാറയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു ആര്? ഹാഗാർ. അവളവിടെ പശുവിന് പുല്ല് പറിക്കുന്നവളായിരുന്നില്ല. സാറ കരുണ തോന്നി ആ കൊച്ചു പെങ്കൊച്ചിനെ തൻ്റെ കൂടെ പിടിച്ചു നിർത്തി, വേണ്ടുന്നതായ സ്നേഹവാത്സല്യങ്ങളൊക്കെ കൊടുത്തോ. ആ സാറ ഇവളെ ഒത്തിരി അങ്ങ് വിശ്വസിച്ചു, സാറ ഇവളെ ഒത്തിരി അങ്ങ് ഉൾക്കൊണ്ടു. എന്നിട്ട് ആമേൻ, അവക്കൊരു ഉറപ്പുണ്ടായിരുന്നോ? ആമേ, ഈ സാറ ഹാഗാറിനെ കണ്ട് സാറ തന്നെ ഹാഗാറിന് ഒരു വിലയിട്ടോ. ഇവള് പാവപ്പെട്ടോളാ, ഇവൾ എൻ്റെ കൂടെ നിന്നോളൂ, ഞാൻ ഇവളെ ചേർത്ത് എത്തിയ നാളെ ഇവള് കാലുമടക്കി എന്നെ അടിക്കത്തില്ലെന്ന് ഒരു ഭയങ്കര ഉറപ്പായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തെ അല്ലാതെ ഉലകത്തിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയോ നീ പൂർണ്ണമായി നമ്പരുത്. ആമേൻ. ഹാഗാർ സാറായെ മടക്കി ചവിട്ടിയെങ്കിൽ ആരെയും മടക്കി ചവിട്ടാവുന്ന കാലമായത്. സ്തോത്രം. അപ്പോൾ ഹാഗാറിനെ കൂടെ നിർത്തി. പക്ഷേ ഹാഗാറിൻ്റെ അടുക്കൽ ഒരു ദിവസം സാറാ ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, മക്കളെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് രാത്രി നീ നമ്മുടെ യജമാനൻ്റെ അടുക്ക പോകണം. നിനക്കറിയാമല്ലോ എൻ്റെ ശരീരത്തിന് കുഴപ്പമൊക്കെ ഉണ്ടെന്ന്, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത. മക്കളെ, ഞാൻ നിന്നെ എൻ്റെ മോളെ പോലെ സ്നേഹിക്കുക, എൻ്റെ അനിയത്തിയെ പോലെ സ്നേഹിക്കുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് യജമാനൻ നിൻ്റെ അടുക്കൽ വരും, നീ ഗർഭം ധരിക്കും, ആ കുഞ്ഞിനെ എനിക്ക് തരണം കേട്ടോ. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് വളർത്താം, നീ എൻ്റെ കൂടെ നിൽക്കണം. നാട്ടിൽ ആരും അറിയരുത് ഇത് നിൻ്റേതാണെന്ന്, ഇത് എൻ്റേതുപോലെ ഞാൻ കൊടുത്തോളാം. എനിക്ക് കൊതിയാ മക്കളെ, എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് കൊതിയാ ഹാഗാറെ, എനിക്കൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ. എനിക്കൊരു കുഞ്ഞിനെ ഞാൻ ആരോട് പറയാനാ ഹാഗാർ? എൻ്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ ഞങ്ങൾ കുഞ്ഞുനാളിൽ യാത്ര പുറപ്പെട്ട് വന്ന വഴി ഞങ്ങളുടെ അപ്പച്ചൻ ഹാരാനിൽ വെച്ച് മരിച്ചു. അതിനുശേഷം അച്ചായന് ദൈവദർശനമൊക്കെ ഉണ്ടായി. മെസ്സപ്പൊട്ടോമിയയിലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അന്യനാട്ടിൽ എനിക്ക് ആരുമില്ല. ഹാഗാറെ, എനിക്കിന്ന് വിശ്വസിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എനിക്ക് വേണ്ടി അത് ചെയ്യത്തില്ലേ ഹാഗാറെ? ഹാഗാർ സാറയുടെ അടുക്ക് പറഞ്ഞ്, ചെയ്യാം ആൻറ്റി, ചെയ്യാം യജമാനത്തി, ചെയ്യാമെന്ന് പറഞ്ഞ് അത് തുടങ്ങി. പക്ഷെ ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ സാറാ നിന്ദിതയായി തീർന്നു. അല്പൻ്റെ ഉയർച്ചയിൽ ആ സാറാ ഗതികെട്ട് ഭർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയാ, എനിക്ക് ഭയങ്കര അന്യായം കിട്ടി, എനിക്ക് ഭയങ്കര അന്യായം കിട്ടി.
അമേൻ. അല്പൻ്റെ ഉയർച്ചയിൽ അമേൻ ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരും. അർഹിക്കാത്ത നന്മകൾ ചിലർക്ക് ലഭിക്കുമ്പോൾ നിന്ദകൾ കടന്നു വരും. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട്. അതിൻ്റെ രണ്ട് തലങ്ങൾ ഞാൻ പറയാം. എൻ്റെ സഹോദരങ്ങളെ, അവർക്ക് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ സാറായുടെ വിവേചനമില്ലായ്മ, സാറായുടെ ഡിസേണിംഗ് ലെസ്നെസ്, അവൾക്ക് ഡിസേണിംഗ് ഇല്ലാതായിപ്പോയി. അമേൻ. ജീവിതത്തിൽ ബന്ധങ്ങൾ കൂടുമ്പോൾ, ജീവിതത്തിൽ ചിലരെ കൂടെ നിർത്തുമ്പോൾ നന്നെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ടേ ചിലരുമായി കൈ കൊടുക്കാവൂ. അല്ലെങ്കിൽ അവസാനം നീ നിന്ദിക്കപ്പെടുമെന്നോർത്തുകൊള്ളണം, നീ നിന്ദിക്കപ്പെടുമെന്നോർത്തുകൊള്ളണം. സ്തോത്രം. നാളുകൾ കഴിഞ്ഞു. ഹാഗാറിൻ്റെ നിന്ന കഴിഞ്ഞപ്പോൾ അടുത്തയാൾ നിന്ദിക്കാൻ തുടങ്ങി. ആരാണെന്നറിയാമോ? ഹാഗാറിൻ്റെ മകൻ നിന്ദിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അനാവശ്യമായ ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടിയാൽ നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ തലമുറകളും കൂടെ അവനെ പിന്നെ അനുഭവിക്കണം. സാറ അനുഭവിക്കാൻ തുടങ്ങിയ നിന്ന ഇസഹാക്ക് അനുഭവിച്ചു. ഇന്നിപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ ഇപ്പോൾ നിന്നെ അനുഭവിക്കുക. ഇസ്മായേലിൻ്റെ കൊച്ചുമക്കളിൽ നിന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നന്നെ പ്രാർത്ഥിച്ചേ ചിലരെ കൂടെ കൂട്ടാവൂ. അല്ല എങ്കിൽ നാമും നമ്മുടെ തലമുറകളും അതിനൊത്തിരി വില കൊടുക്കേണ്ടി വരിക. ഇന്ന് പകൽ ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ചില മുഖങ്ങളെ ഓർമ്മ വരുന്നുണ്ടല്ലോ, ചിലർക്കൊക്കെ ചില സാഹചര്യങ്ങളെ ഓർമ്മ വരുന്നുണ്ടല്ലേ. നമ്മ ഇന്ന് പകൽ പ്രാർത്ഥിച്ചതിനെ വെട്ടിക്കളയണ ചില ഹാഗാര്യ ശക്തികൾ അത് പുറത്തു പോകട്ടെ. ചില ഹാഗാര്യ ശക്തികൾ അത് നീങ്ങിപ്പോകട്ടെ. ശാൽതന പ്രവാചിയ റാൽക്കത്തനി ബാർനോ സഗാരിയ ലക്കഠ്യാന റാൽതനി ബർഷാന റാൽതനിയ പ്രവാരിയ ജീസസ്. ആമേൻ. എന്നാൽ പുറത്തു വരുമ്പോൾ ഹാഗാർ നിന്ദിച്ചതല്ല ഇപ്പം നാട്ടിൽ പാട്ടായിരിക്കുന്നത്. നാട്ടിൽ പാട്ടായിരിക്കുന്നത് എന്താണെന്നറിയാമോ? സാറാ കാഠിന്യം ചെയ്തെന്ന. ആമേൻ. അകത്തു നടന്ന നിന്ന പുറത്തു വരുന്നില്ല. പുറത്തറിയുന്നത് മുഴുവൻ എന്താ? സാറാ കാഠിന്യം ചെയ്തു. ഒടുവിൽ നീതിമാനായ ദൈവം സാറയുടെ സങ്കടം കണ്ട് അബ്രഹാമിനോടൊരു വാക്ക് പറഞ്ഞു. സാറ പറയുന്നതിൽ കാര്യമുണ്ട്. നീ ദാസിയെയും മകനെയും പുറത്താക്കി കളയുവാൻ പറഞ്ഞു. അല്പൻ്റെ ഉയർച്ച ഭക്തന് നിന്നയെ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചവർ നിനക്കെതിരെ തിരിഞ്ഞു നിന്ന്, നീ കൈപിടിച്ചുയർത്തിയവർ നിനക്കെതിരെ പെരുവരൽ ഉയർത്തുമ്പോൾ, നീ കൈപിടിച്ചുയർത്തിയവർ നിനക്കെതിരെ കുതികാൽ ഉയർത്തുമ്പോൾ, ഇന്ന് പകൽ സ്വർഗത്തിലേക്കൊന്ന കണ്ണുകൾ ഉയർത്തിയാട്ടെ. ചില നിന്നയുടെ പേരുകളെ, ചില നിന്നയുടെ പോരുകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെട്ടിക്കളയുന്ന പകലായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വ്യക്തിപരമായ ചില മുഖങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ വിഷയങ്ങളെ വെച്ച്, ആ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ വെച്ച് പ്രാർത്ഥിച്ചേ. ഈ പോയിന്റ് ഞാൻ പറഞ്ഞു പോവുകയല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ല നിയോഗത്തിനകത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു നിമിഷം ഈ പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി നിനക്കെതിരെ ഉയർന്നു വരുന്നുവെങ്കിൽ അന്യഭാഷകളിൽ ഒരു നിമിഷം സംസാരിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട ദൈവിക അധികാരത്തിൽ അതിനെ ശാസിക്കട്ടെ. ശൽബരം പ്രവാചിയം അൽക്കത്തുല ബനായിഡ ബക്കർത്തനാജിയ ശബാലബം പ്രപഞ്ചരം സുർബല ഹട്ടല ബക്കത്തൂലക റൽബനക ശാർത്തോനിയ. ജീസസ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുന്നത് 1 അവൻ്റെ ആത്മീയതയിൽ, 2 അവൻ്റെ ശത്രുവിൽ നിന്ന്, 3 അവൻ കൈപിടിച്ചുയർത്തിയവർ അവൻ്റെ നേരെ തിരിയുന്ന നിന്ന. 4ാമത്തെ നിന്നയിലേക്ക് ഞാൻ കടന്നു വരാം. 4ാമത്തെ നിന്ന. ഞാൻ അതിനോടനുബന്ധമായി ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ഒരുപക്ഷെ പൊതുവായി അത് പറയേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എൻ്റെ സഹോദരങ്ങളെ, വിവാഹബന്ധങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാരിറ്റി നിങ്ങൾ വിവാഹത്തിൽ ചെയ്യരുത്.
നിങ്ങൾ ഒരു എളിയ കുഞ്ഞിനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് നന്മയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ആമേൻ, ഒരിക്കലും എൻ്റെ വിവാഹം ഒരു ചാരിറ്റി ആയിരിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ഞാൻ പോയി കയറാം, ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഞാൻ ആളിനെ എടുക്കാം. നിങ്ങളുടെ ജീവിതം കൊണ്ടല്ല നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ടത്. ആമേൻ. രണ്ട് കാര്യം ഞാൻ പറയട്ടെ. ഇമോഷണലി ഹയർ എൻഡിലും ലോവർ എൻഡിലും ബന്ധങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നോക്കി ബന്ധം ചേരരുത്. സ്തോത്രം. രണ്ട്, ആമേൻ, അല്ലെങ്കിൽ ഹയർ എൻഡിൽ നിന്ന് എൻ്റെ സ്റ്റാറ്റസിനൊത്തത് വേണമെന്ന് നിങ്ങൾ പറയരുത്. രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങൾക്കൊത്തവണ്ണം എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാം. നോ. രണ്ട്, എനിക്കൊരാളോട് അനുകമ്പ തോന്നി അതുകൊണ്ട് വിവാഹം കഴിക്കാം. ഞാൻ പറയട്ടെ, മോഹം തോന്നിയും വിവാഹം കഴിക്കരുത്, അനുകമ്പ തോന്നിയും വിവാഹം കഴിക്കരുത്. ഈ ലോക ചരിത്രത്തിൽ എവിടെയൊക്കെ മോഹിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്, അനുകമ്പ തോന്നി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്. ദൈവഹിതത്തിനനുസരിച്ചായിരിക്കണം നിന്റെ കാൽച്ചുവടുകളെ വെക്കേണ്ടത്. ആമേൻ. ചാരിറ്റി ഈസ് ഗോഡ്സ് പർപ്പസ്. പക്ഷേ അത് ദൈവം നിയമിച്ചിരിക്കുന്ന വിവാഹ ജീവിത വ്യവസ്ഥയ്ക്കകത്താകരുത്, ദൈവഹിതത്തിനായിരിക്കട്ടെ മുൻതൂക്കം നൽകുന്നത്. മോഹങ്ങൾ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ആമേൻ. ലസ്റ്റോ, മോഹങ്ങൾ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ഇമോഷൻസ്, അനുകമ്പ നിന്റെ മനസ്സിനെ ഭരിക്കരുത്. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോവുകയാണ്. നാലാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന നാലാമത്തെ ഭാഗം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, ഹോരോന്യനായ സെൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളെ നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമെന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായം 2-ാം വാക്യം അവിടെ പറയുകയാണ്, ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്ക പറഞ്ഞു. അടുത്തത്, അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് അമോന്യനായ തോബിയാവ് അവർ എങ്ങനെയൊക്കെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പരിഹസിക്കുന്നതെന്നറിയാമോ? ഇവരുടെ കൈ പണിയാൻ ഒരു സാധനവും ഇല്ല. ഇനി ഇവർ പണിതാലും കുറുക്കം കയറിയാൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞാൽ ഇവർക്ക് പണിയാൻ അറിയത്തില്ല, ഇവർക്ക് പണിയാനുള്ള പൊട്ടൻഷ്യലും ഇല്ല, ഇവർക്ക് പണിയാനുള്ള ടെക്നിക്കും ഇല്ല, ഇവർക്ക് അറിവും ഇല്ല, ഇവർക്ക് പണവുമില്ല. അവരുടെ ബലഹീനതകളെ നോക്കിയിട്ട് അവരെ പരിഹസിക്കുകയാണ്. അവരുടെ ബലഹീനതകളെ നോക്കി പരിഹസിക്കുകയാണ്. നീ ഇപ്പം പണിതാലും എന്തോ സംഭവിക്കത്തേ ഉള്ളൂ, അമ്മേ കുറുക്കം കയറി മറിച്ചിടുമെന്ന്. പക്ഷേ ഇത് പണിയാൻ ഇറങ്ങി തിരിച്ച സെരൂബാബേലിനെ നോക്കിയിട്ട് ദൈവം പറയാ, അവൻ്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്, നല്ല തോതിന് പിടിച്ചേ അവൻ പണിയത്തുള്ളൂ, അവൻ പണിത വീഴത്തില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ദൈവം പറയുകയാണ്. നിന്റെ കഴിവുകേട് നോക്കി പരിഹസിക്കുക. അവൻ മലയാളം മീഡിയം 7-ാം ക്ലാസ്സാന്ന് എനിക്കറിയത്തില്ലയോ? അവൻ ആ മലയെ കിടന്നവൻ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയത്തില്ലയോ? നിന്റെ ബലഹീനതകളെ നോക്കി, നിന്റെ കഴിവുകേടുകളെ നോക്കി, നിന്റെ ശോഷണങ്ങളെ നോക്കി മനുഷ്യൻ പരിഹസിക്കാം. യെരമ്യാവ് പറയുകയാണ്, എൻ്റെ നിന്ദയെ കടാക്ഷിക്കണമേ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഒരുപക്ഷെ നിൻ്റെ ബലഹീനത നിൻ്റെ സാമ്പത്തികമായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ ബലഹീനത നിൻ്റെ വിദ്യാഭ്യാസക്കുറവായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ ബലഹീനത നിൻ്റെ നാവിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒരു ബലഹീനതയായിരിക്കാം. മോശ വിക്കനും തടിച്ച നാവുള്ളവനുമായിരുന്നത് പോലെ, യെരമ്യാവ് ഒരു ബാലനായിരുന്നത് പോലെ, ആമോസ് പ്രവാചക പാരമ്പര്യമില്ലാത്ത ഒരുത്തനായിരുന്നത് പോലെ, ദാനിയേൽ പിടിക്കപ്പെട്ട ഒരു
പ്രവാസിയായി ഇരുന്നതുപോലെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചില ബലഹീനതകൾ നിന്റെ മേളിൽ കണ്ടേക്കാം. ഒരുപക്ഷെ നിന്റെ കാസ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ ക്രീഡായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഫിനാൻസ് ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഫാമിലി ആയിരിക്കാം. അത് നിന്റെ മേളിൽ കിടക്കുന്ന ഒരു ബലഹീനത. എന്നാൽ സ്വർഗം പറയുകയാണ്, ബലഹീനതയെ ചൂഷണം ചെയ്ത് നിന്നെ മനുഷ്യൻ അപമാനിക്കുമ്പോൾ ആ നിന്നയെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ നിന്ന സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും നിന്ന എങ്ങനെയാണ് വെളിപ്പെട്ടതെന്നറിയാമോ? നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഇവൻ്റെ നിന്നയുടെ കാരണം എന്താണെന്നറിയാമോ? അകത്ത് കിടക്കുന്ന കോപവും രോഷവും, അകത്ത് കിടക്കുന്നതായ കോപവും രോഷവുമാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചില മോക്കറിയായി, ചില പരിഹാസമായി കടന്നു വരുന്നത്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം, നിനക്കെതിരെ ഉയരുന്ന ചില പരിഹാസങ്ങളുടെ പിമ്പിൽ അടങ്ങാത്ത പകയും കോപവുമുണ്ട്. ഇന്ന് പകൽ നീ കേൾക്കുന്നത് പരിഹാസത്തിൻ്റെ വാക്കുകളായിരിക്കോ, പക്ഷെ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില പകയുടെ കെട്ടുകളുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെട്ടാട്ട് ആ നിന്നയുടെ പിമ്പിലുള്ള പകയെ, ആ നിന്നയുടെ പിമ്പിലുള്ള കോപത്തെ, ആ നിന്നയുടെ പിമ്പിലുള്ള രോഷത്തെ ദൈവം ഇന്ന് പകൽ ശാസിക്കട്ടെ. ദൈവം നിന്റെ നിന്നയെ കടാക്ഷിക്കട്ടെ. ലാർത്ഥന ജരംധന റാൽക്ക പ്രവാസിയ പ്രവാനിയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, അമേൻ, നെഹമ്യാവിനെതിരെ ഇവർ നിന്ദിക്കാൻ തുടങ്ങി. നിന്ന പിന്നീട് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയാമോ? നിന്നയിൽ ഒതുങ്ങിയില്ല. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നിന്ദിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളതിനെ വിട്ടുകളയരുത്. നിന്നയുടെ ബലങ്ങളെ ശാസിക്കണം, നിന്നയുടെ ശക്തികളെ നിങ്ങൾ കെട്ടണം, അല്ലെങ്കിൽ അത് അടുത്ത തലത്തിലേക്ക് പോകാം. വേർഡ്സ് ഓഫ് മോക്കറി, പരിഹാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് സെൻബല്ലത്തും തോബിയാവും കയറി വന്നോ. പക്ഷേ അടുത്തത് അവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഓനോ സമഭൂമിയിൽ ഒരു യോഗം കൂടി, ഒരു ഗൂഢാലോചന നടത്തി നെഹമ്യാവിനെ അവിടെ വിളിച്ചു വരുത്തി കൊല്ലുവാനുള്ള ഗൂഢാലോചനകൾ വരികയാണ്. നിന്ന ഗൂഢാലോചനയായി മാറുകയാണ്. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നെഹമ്യാവ് പണിതെടുത്ത ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിനകത്ത് ഈ തോബിയാവിൻ്റെ മരുമകൻ ഒരു അറയുണ്ടാക്കി അതിനകത്ത് കയറിക്കൂടാൻ തുടങ്ങുമ്പോൾ നെഹമ്യാവ് കടന്നു ചെന്ന് അവനെ വിളിച്ചിറക്കി വെളിയിലിറക്കി വിടുമ്പോൾ നെഹമ്യാവ് ദൈവത്തോട് പറയുകയാണ്: ദൈവമേ, നീ എന്നെ ഓർക്കണമേ. ഇന്ന് പകൽ നിനക്കെതിരെ വരുന്ന നിന്ദകളെ, ചില പരിഹാസ ഉദടുകളെ നീ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, നിന്നയുടെ വ്യാപാരങ്ങളെ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ, അത് ഗൂഢാലോചനയുടെ തലത്തിലേക്ക്, അത് വല്ലാത്തൊരു തലത്തിലേക്ക് മൂവ് ചെയ്യുക. ആകയാൽ നിന്നയുടെ പാർപ്പിടത്തിൽ തന്നെ, നിന്നയുടെ ഗോപുരത്തിൽ തന്നെ വെട്ടിക്കളയട്ടെ. ശാപപ്രവാചന അർത്ഥപ്രവചകരഗടകൽ ഗദാരിയ അർത്ഥന പ്രവാരിയ അർത്ഥനോ ജബാരിയ രഗലഗടകര ഖട്ടാരിയ അർത്ഥനോ ജഗപ്രൗഢബാലിയ റിഗല പ്രവാരിയ റിഗജരാരാരാരാരാ ശാർത്ഥാനിയ. എൻ്റെ സഹോദരങ്ങളെ, നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ 4-ാം വാക്യം വരെയോ നിന്നയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 7-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നിന്ന മഹാകോപമായി മാറുകയാണ്. ഇനി അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8-ാം വാക്യത്തിൽ നിന്ന അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറുകയാണ്. വായിക്കാമോ 8-ാം വാക്യം? യെരൂശലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. നിൽക്കട്ടെ, ഇത് തുടങ്ങിയത് എവിടെയാ? നിന്നയ്ക്കകത്ത്, നിന്നയായിട്ട് തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഇതെന്തോ ആയി? നേർക്കുനേർ വന്ന് യുദ്ധം ചെയ്യാൻ, കലക്കം ഉണ്ടാക്കാൻ ചില അണ്ടർഗ്രൗണ്ട് കൂട്ടുകെട്ടുകളായി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുത്തി. ഞാൻ ഇന്ന് ദൈവസഭയുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തമായ പ്രേരണയിൽ പറയുകയാണ്, ചില നിന്ദകളെ, ചില പരിഹാസികളെ പോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ വിട്ടാൽ ഇത് നാളെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നമായി മാറ്റപ്പെടാം. രാവും പകലും നിങ്ങൾ ഉണർന്നിരിക്കേണ്ടി വരും. ചില കൂട്ടുകെട്ടുകളായി അത് മാറ്റപ്പെടാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 6ാമത്തെ പകലിൽ സഭ ഒരുമിച്ചത് നാളെ നീ ഉറങ്ങാതിരിക്കാനല്ല, നാളെ നീ നിർഭയം സമാധാനത്തോടെ കിടന്നുറങ്ങാനാ. ഒരു നിമിഷം കരമടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് കയറി വരട്ടെ. ചില നിന്ദയുടെ പോർമണ്ഡലങ്ങൾ ഇതിനകത്ത് ശാസിക്കപ്പെടട്ടെ. Shalara mahasiara dana jana deradia rubala gadara ragara bara harabara bara raba baba 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 raba baba baba raba la bara raba baba 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 ragara baba baba raba baba bara hasra dara 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 radha 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 raja 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 ra ribaja raja 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 ra udaja raja 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 rakara raja raja ra. എൻ്റെ സഹോദരങ്ങളെ, അകത്ത് കിടക്കുന്ന കോപവും രോഷവും ആദ്യം പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയാവോ? നിന്നയായിട്ട്, പരിഹാസമായിട്ട്. ആമേൻ. ഇവന് കാശുണ്ടോ? ഇവന് കഴിവുണ്ടോ? ദുർബലന്മാരായ യഹൂദന്മാർ ഇവരെന്തോ ചെയ്യുന്നു? ഇവന്മാരൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താലും എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നതാ. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് കൂട്ടുകെട്ടായി. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, അതിൻ്റെ 11ാം വാക്യം. ഇപ്പം പരിഹാസം വേറെ ഒരു മോഡിലെത്തി. വായിച്ചട്ടെ 11ാം വാക്യം. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന്. നിൽക്കട്ടെ. പരിഹസിച്ചത് ആദ്യം എവിടെ നിന്നാ? പരിഹസിച്ചത് ആദ്യം ആമേൻ, അതുകൊണ്ട് അവന്മാർ പണിയുന്നെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് പരിഹസിച്ചിട്ട് ഏറ്റില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പം എന്തോ ചെയ്യുക? ഇടയിൽ കയറി വരികയാ. നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവരൊന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. നിൽക്കട്ടെ. ഇവനെ മുടിച്ച് കഴിഞ്ഞിട്ടേ പുറവറിയാവും. അതിനകം ഗൂഢമായ ആലോചനകൾ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, അടുത്ത ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവം അതിൻ്റെ 15ാം വാക്യത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ആമേ ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം, നിന്നെ പരിഹസിക്കാൻ നിൽക്കുന്നവർ ചില ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കും. നിന്നെ നിന്ദിക്കാൻ നിൽക്കുന്നവർ ചില ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കും. നിന്നയെ ദൈവം കടാക്ഷിക്കും. സ്തോത്രം. ഞാനൊരു 2-3 ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ അടുത്ത തലത്തിലേക്ക് കയറുകയാണ്. ഞാനതിൻ്റെ 4 ഭാഗങ്ങൾ പറഞ്ഞു. ആത്മീയത മുഖാന്തരം ഉയരുന്ന നിന്ന, 2 ശത്രു യുദ്ധത്തിനായി ഉയർത്തുന്ന നിന്ന,
3 അല്പൻ്റെ ഉയർച്ച വിശ്വസിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന, നിങ്ങൾ കൂടെ കൂട്ടിയവരിൽ നിന്ന് നേരുന്ന അവിശ്വസ്തതയുടെ നിന്ന. 4 നിങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന മഹാകോപവും രോഷവും കൊണ്ട് നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന നിന്ന, അത് ഗൂഢാലോചനയും കൂട്ടുകെട്ടുമായി ഉയരുന്ന അളവിലുള്ള നിന്ന. അടുത്ത ഭാഗം 5-ാമത്തേതിലേക്ക് കടന്നു വരാം. 5-ാമത്തെ നിന്നയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. എവിടെ നിന്ന്? യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് ബഥേലിലേക്ക് പോയി. അടുത്ത ഭാഗം, അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട്, മൊട്ടത്തലയാ കയറിവ, മൊട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, മലയാളത്തിൽ ഇത് ഭയങ്കര ഒരു ഭാഷാന്തര പെശകാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് മൊട്ടത്തലയ കയറിവ, കയറിവ എന്നാണ്. പക്ഷേ നിങ്ങൾ ഏത് വേറെ പരിഭാഷയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മൂലഭാഷയിലേക്ക് ചെന്നാലും അവിടെ പറയുന്നത് ഗോ അപ്പ്, ഗോ അപ്പ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊട്ടത്തലയ കയറിപ്പോ, മൊട്ടത്തലയ കയറിപ്പോ എന്ന് പറഞ്ഞ് എലീശയെ എന്ത് ചെയ്യുകയാണ്? ആട്ടിക്കളയുകയാണ്. കയറി വാ മോനെ, കയറി വാ മോനെ എന്നല്ല പറയുന്നത്, കയറിപ്പോ, കയറിപ്പോ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എലീശ പിന്നോക്കം തിരിഞ്ഞ്, കാരണം ഇവരെ മറികടന്ന് എലീശ മുമ്പോട്ട് പോയിട്ട്, ആമേൻ, പോടാ 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 എന്ന് പറഞ്ഞിടത്ത് നിന്ന് എലീശ മുമ്പോട്ട് പോയിട്ട് അവരെ തിരിഞ്ഞു നോക്കി യഹോവ നാമത്തിൽ ശപിച്ചു. നമ്മൾ ഈ ഭാഗത്തെ ചിന്തിച്ചാൽ വളരെ ബാലിശമായ ഒരു മനുഷ്യനായിട്ടാണ് എലീശയെ തോന്നുന്നത്. അവിടെ പറയുന്നത് കുറെ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നുവെന്ന. കുറെ പിള്ളേർ ഒരു കഷണ്ടിത്തലേനെ കണ്ടപ്പോൾ മൊട്ടത്തലയാന്ന് വിളിച്ചു. ഉടനെ ഈ മനുഷ്യൻ പ്രാഗി കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ വന്ന് ഇതുങ്ങളെല്ലാം പിടിച്ചു തിന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രവാചകൻ? ഈ പ്രവാചകന്മാരായ കുറച്ച് ക്ഷമയും മനസ്സലിവും ഒക്കെ വേണ്ടേ? നമ്മൾ പൊതുവായി ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഈ പരിഹാസത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഒന്നാമതായി ഈ ഭാഗം വരുമ്പോൾ ഇവിടെ ഈ ബാലന്മാരെന്ന് പറയുന്നത്, ഈ ലാഡ് അല്ലെങ്കിൽ ഒരു ബാലന്മാരെന്ന് പറയുന്നത് ഇവർ നേരെ കുട്ടിപ്പിള്ളാരൊന്നുമല്ല. പകരം ഈ ഇസഹാക്കിൻ്റെ വിവാഹപ്രായമൊക്കെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബാലന്മാരെന്നാണ് പറയുന്നത്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോഴും അബ്രഹാം പറയുന്നത്, ഞാനും ബാലനും അവിടത്തോളം പോയി വരട്ടെ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു 5 വയസ്സുകാരനെ കൊണ്ട് പോകുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. അല്ല, വിവാഹപ്രായം കഴിയുന്നിടം വരെയും അക്കാലത്ത് ബാലന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഞാൻ ആ ഭാഗത്തു നിന്ന് പോവുകയാണ്. ആകയാൽ ഇവർ തീരെ ബാലന്മാരല്ല, ഇവർ യൗവനക്കാരാണ്. ഇവിടെ 1-ാമത്തെ ഭാഗം എലീശയുടെ മൊട്ടത്തല. എലീശയുടെ മൊട്ടത്തല ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും എലീശ ഒരു കഷണ്ടിത്തലയനായിരിക്കാം. എന്നാൽ അതിനെക്കാട്ടിലുപരി എലീശ ഏലിയാവ് മരിച്ചുപോയതിൻ്റെ ദുഃഖത്തിൽ, ഏലിയാവ് മരിച്ചുപോയതിൻ്റെ സങ്കടത്തിൽ എലീശ ഒരു പക്ഷേ താൻ തല മുണ്ടനം ചെയ്ത്, തല ക്ഷൗരം ചെയ്ത് താൻ ദുഃഖിതനായി നടക്കുകയായിരിക്കുക. ആകയാൽ ഈ മന്ത്രവാദി ചെറുക്കന്മാർ, ഈ പറയുന്ന ബഥേലിലെ ബാലന്മാരെന്ന് പറയുന്നത് വേറെ മന്ത്രവാദിയുടെ ശിഷ്യന്മാരാണ്. അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഈ മന്ത്രവാദി ചെറുക്കന്മാർ ഇപ്പം ഈ എലീശയെ കളിയാക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ സങ്കടം, മൊട്ടത്തലയാ, നിനക്ക് ഭയങ്കര സങ്കടം വന്നല്ലോ, നിന്റെ സന്തോഷമെല്ലാം പോയല്ലോ, നീ ഭയങ്കര ദുഃഖത്തിലായല്ലോ. അവൻ്റെ ദുഃഖത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ആമേൻ, അവനെ പരിഹസിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ, ആ തകർച്ചകളെ നോക്കി പരിഹസിക്കുക. എലീശയെ വിളിക്കുകയാണ് മൊട്ടത്തലയാ. എന്താ എലീശ മൊട്ടത്തലയായി പോയത്? എലീശ പറയാ, എൻ്റെ യജമാനൻ മരിച്ച സങ്കടത്തിലാണ് ഞാൻ തല ക്ഷൗരം ചെയ്തതെന്ന്. ആമേൻ. ഞാൻ എന്നാൽ അതിനകത്തല്ല നിൽക്കുന്നത്. അതിനപ്പുറമായി നമ്മൾ ഒരു ഭാഗത്തിലേക്ക് കടന്നു ചെന്നാൽ എലീശയെ മൊട്ടത്തല എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വലിയ മർമ്മമുണ്ട്.
അതിനായി നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം. അവിടെയും ഒരു വലിയ ഭാഷാന്തര പെശക് നമുക്കിവിടെ കാണുവാൻ കഴിയാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നു എന്നവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രോമവസ്ത്രം എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച് കേൾപ്പിക്കാം. ആൻഡ് ദേ ആൻസ്വേർഡ് ഹിം, ഹി വാസ് ആൻ hairy man. അവൻ ആരായിരുന്നു? ഒരു ഹെയറി മാൻ. അവൻ്റെ ശരീരം മുഴുവനും എന്തുണ്ടായിരുന്നോ? ഒത്തിരി രോമമുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയാണ്. അപ്പോൾ ഈ മന്ത്രവാദികളുടെ ചെറുക്കന്മാർക്കറിയാം ഈ എലീശയുടെ യജമാനൻ ആരായിരുന്നു. നല്ല മുടിയുള്ള, നല്ല രോമമുള്ള ഒരു യജമാനനായിരുന്നു. ശരീരം മുഴുവനും ഇങ്ങനെ രോമങ്ങൾ കിടക്കുകയാണ്. അപ്പം രോമമുള്ള യജമാനൻ പോയി എന്ന് പറഞ്ഞാൽ തല പോയി, നിന്റെ തലയിലെ മുടി പോയി, നീ മൊട്ടത്തലയനായി എന്നാണ് ഈ എലീശയെ വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ യജമാനൻ പോയി, നിന്റെ ശക്തി പോയി, ഏലിയാവ് പോയി. നാളുകൾക്ക് മുമ്പേ ബാലിൻ്റെ പ്രവാചകന്മാരെ, ഞങ്ങളുടെ പ്രവാചകന്മാരെ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ വെട്ടിക്കളഞ്ഞ എലിയാവ് ചത്തുപോയി. ഏലിയാവിനി ഇല്ല. എലീശേ, നീ ഇത്ര നാൾ കൂടെ നടന്ന നിന്റെ തലയില്ലേ, നിന്റെ തലമുടിയില്ലേ, നിന്റെ തല പോയടാ. ആ ഹെയറി മാൻ, ആ മുടിയുള്ള മനുഷ്യൻ, ആ രോമവസ്ത്രം പോലെ ആ രോമം വസ്ത്രമായി ഉടുത്തിരുന്ന ആ രോമത്തിന്റെ മനുഷ്യൻ പോയടാ. ആ മുടി പോയടാ. ഇനി നിന്റെ മേൽ മുടിയില്ല, നീ മൊട്ടത്തലയനായി. നിന്നെ ഇനി ഇങ്ങോട്ട് കേറ്റത്തില്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ആമേൻ, പരിഹസിക്കുകയാ. ആമേൻ. എലീശയുടെ അടുക്കൽ പറയാ, കുറെ രോമമുള്ള ഒരു യജമാനൻ നിനക്കുണ്ടായിരുന്നല്ലോ, കുറെ മുടിയുള്ള യജമാനൻ ഉണ്ടായിരുന്നല്ലോ. ആ യജമാനൻ പോയി, ഇനി നിന്റെ പവർ എവിടാ? ഇനി ഞങ്ങളുടെ കാലമാണെന്ന് എലീശ തിരികെ നിന്ന് ശപിച്ചോ. ഇറങ്ങി വന്നത് ആരാണെന്നറിയാമോ? മനുഷ്യനൊന്നുമല്ല, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും രോമമുള്ള മൃഗം. ആമേൻ. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും രോമമുള്ള മൃഗം ഏതാണ്? കരടി. കമ്പിളിപ്പുതപ്പ് പോലിരിക്കും അവന്റെ ശരീരം. ആമേൻ. എലീശ പറഞ്ഞു, എടാ, രോമമുള്ള എൻ്റെ ഏലിയ പ്രവാചകൻ പോയതിന് നീ ചിരിച്ചല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരു രോമമുള്ള ഏലിയാവിന് പകരം ആമേൻ രോമം കൊണ്ട് കമ്പിളിപ്പുതപ്പ് പോലെ രോമം ധരിച്ച 2 കരടികൾ ഇറങ്ങി വരും. നീ എന്താ പറഞ്ഞത്? ഏലിയാവ് മരിച്ചപ്പോ എന്റെ കൃപ പോയെന്നോ? ഏലിയാവ് മരിച്ചപ്പോ എന്റെ അഭിഷേകം പോയെന്നോ? എന്റെ തല മൊട്ടയാണെങ്കിൽ ഇതാ കമ്പിളി പോലെ രോമമുള്ള കരടിയെ ഞാൻ നിനക്കെതിരെ അയക്കുന്നു. രോമമുള്ള ഏലിയാവ് പോയി. The hairy man went. മുടിയുള്ള നല്ല രോമങ്ങളുള്ള ഏലിയാവ് പോയി. ഏലിയാവിന് മാനുഷിക രോമമായിരുന്നു. പക്ഷെ ഏലിയാവ് പോയപ്പോൾ അടുത്തത് വെളിപ്പെട്ടത് എന്താണെന്നറിയാമോ? എലീശയ്ക്ക് വേണ്ടി 2 പെൺകരടികൾ. നിനക്ക് മൊട്ടത്തലയാ കളിയാക്കേണ്ടതല്ലേ? എന്നാ പിടിച്ചോ, നിനക്ക് രോമം ഉള്ളതല്ലേ കാണേണ്ടത്? എന്നാൽ കമ്പിളിപ്പുതപ്പ് പോലെ കരടി ഇറങ്ങി വരിക 2 എണ്ണം. കണ്ടോ? അതിൻ്റെ വേറെ ഏതെല്ലാം മൃഗത്തെ ഇറക്കി വിടാമായിരുന്നു? മൊട്ടത്തലയാ എന്ന് പറഞ്ഞാൽ നിന്റെ തല പോയടാ.
അമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, അമേൻ, നിന്റെ ചില ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന്, നിന്റെ ഏലിയാവിനി ഉണ്ടാകത്തില്ലെന്ന്, അമേ, ആ രോമമുള്ള മനുഷ്യൻ പോയി, ഈ നിന്റെ രോമം പോയി, നിന്റെ മുടി പോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അടുത്തത് യഹൂദ്യയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യഹൂദൻ്റെ ഏറ്റവും ശക്തവത്തായ ഒരു സംഗതി എന്ന് പറയുന്നത് താടിയും മുടിയുമായിരുന്നു. അതുകൊണ്ടാണ് അഹരോൻ്റെ നീണ്ട താടിയിലേക്ക് ഒരു പുരോഹിതനെ സംബന്ധിച്ച്, അമേൻ, അഹരോന്യ പുരോഹിതനെ സംബന്ധിച്ച് തലയും താടിയും ഇങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. നാസിർ വ്രതസ്ഥനെ സംബന്ധിച്ച് അവൻ്റെ മുടി കത്രിക്കത്തില്ലായിരുന്നു. അപ്പോൾ യഹൂദൻ്റെ മുടി, യഹൂദൻ്റെ രോമം എന്ന് പറയുന്നത് അവൻ്റെ ഒരു അധികാരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളമായിരുന്നു. അപ്പോൾ നീ മൊട്ടത്തലയനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏലിയാവ് പോയതോടുകൂടി നിന്റെ എല്ലാ പവറും പോയടാ, നിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചില ദുരാത്മ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ, നിന്റെ പവർ പോയി, നിന്റെ ശുശ്രൂഷ തീർന്നോ, നിന്റെ കാലം കഴിഞ്ഞോ, നിന്റെ ജീവിതം തീർന്നോ, നീ ഇനി പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൽ പരിഹസിക്കുമ്പോൾ, ചില നഷ്ടങ്ങളുടെ നടുവിൽ, ചില പോരായ്മകളുടെ നടുവിൽ നീ ഇനി പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോൾ, അതിന് പകരം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരവിട്ട് രോഗമുള്ള മനുഷ്യന് പകരം കരടികളെ പറഞ്ഞു വിടുന്ന ദൈവം. ഞാൻ ആവർത്തിക്കട്ടെ, രോമമുള്ള മനുഷ്യന് പകരം ഇപ്പം ദൈവം ആരെയാ പറഞ്ഞു വിടുന്നത്? കരടികളെ. ആമേൻ. മനുഷ്യൻ്റെ രോമം എത്ര വളർന്നാൽ കരടിയുടെ രോമത്തിൻ്റെ പകുതിയെങ്കിലും ആകുമോ? ഇല്ല. ഇന്ന് പകൽ നിന്ദകളെ ജയിക്കുന്ന ഒരു അഭിഷേക പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യൻ പരിഹസിക്കപ്പെടുന്ന മറ്റൊരു വിഷയത്തെ ഞാൻ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം ഇയ്യോബ് പറയുക, എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, ആമേൻ, ഇയ്യോബ് പറയാ, ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ, പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ എന്നെ കളിയാക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം, ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ പരിഹസിച്ചു, നിന്ദിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 22-ാം സങ്കീർത്തനം 7-ാം വാക്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. എന്താ കാരണം? ജീവിതത്തിൻ്റെ കഷ്ടതകളിലാണ് പരിഹസിക്കപ്പെടുന്നത്. ഇന്ന് പകൽ നിന്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചിരുന്നു, ഏതാണ്ട് 6 നിന്ദകളെ പറഞ്ഞു. 7ാമത്തെ നിന്ദയിലേക്ക് നാം കടന്നു വന്ന് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ചില നിന്ദയുടെ ശക്തികളെ വെട്ടിക്കളയാൻ പോവുകയാണ്. അപപ്രവാചക പ്രൗഢഭർത്തനാജിയാതര. ആമേൻ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം, യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. യായിറോസിന്റെ വീട്ടിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ബാല മരിച്ചു എന്ന് എല്ലാവരും പറയുകയാണ്. യേശു പക്ഷേ അകത്തു കയറിയിട്ട് പറഞ്ഞു, ബാല മരിച്ചില്ല, ബാല മരിച്ചില്ല. ജീസസ് ഈസ് ഡിക്ലയറിംഗ് ഹിസ് ഫെയ്ത്ത്. യേശു കർത്താവ് തൻ്റെ വിശ്വാസത്തെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ബാല മരിച്ചിട്ടില്ലെന്ന്. പക്ഷേ കേട്ടവർ മുഴുവനും എന്തോ ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായി 9:24, മാറിപ്പോകുവേൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നതത്ര എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം, അവരോ അവനെ പരിഹസിച്ചോ. യേശു കർത്താവിൻ്റെ വിശ്വാസത്തെ പരിഹസിച്ചോ. ഇന്ന് പകൽക്കാല നിന്റെ വിശ്വാസത്തെ പരിഹസിക്കോ. നീ പറയുക, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുക. കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയാ, ഞാൻ വീട് വെക്കോ. കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയുക, എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകാം. പക്ഷെ കേൾക്കുന്നവർ പരിഹസിക്കുക. നീ പറയുക, ഞാൻ ഒരു നല്ല പ്രാസംഗികനാകാം. കേൾക്കുന്നവർക്ക് കേട്ടിട്ട് ചിരിയ. നീ പറയാ, ഞാനൊരു പ്രവാചകനാകാം. കേൾക്കുന്നവർക്ക് ചിരിയ. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുക. കേൾക്കുന്നവർക്ക് ചിരിയ. ഈ ദുർബലന്മാരായ യഹൂദന്മാരെന്തോ ചെയ്യാൻ
പോകുന്നു. നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളുടെ മുൻപാകെ നീ പരിഹസിക്കപ്പെടുകയാ. എന്നാൽ ഇന്ന് പകൽക്കാല ബാല മരിച്ചില്ല എന്ന് പറയുമ്പോൾ പരിഹസിച്ച ജനത്തിന്റെ നടുവിൽ യേശു കർത്താവ് അകത്തേക്ക് കയറി ബാലയുടെ കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ അപ്പനും അമ്മയ്ക്കും തിരികെ കൊടുത്തപ്പോൾ പരിഹസിച്ചവരുടെ വായടച്ച് നിന്റെ വിശ്വാസം നിന്റെ പരിഹാസത്തെ തോൽപ്പിക്കാം. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ വിശ്വാസത്തിന്റെ മുൻപാകെ നിനക്കെതിരായ പരിഹാസികൾ വായടയ്ക്കാം. എത്ര പേർ വിശ്വസിക്കുന്നു? My faith shall subdue the humiliation. My faith shall move out my while. എന്റെ നിന്നയെ എന്റെ വിശ്വാസം കീഴ്പ്പെടുത്ത വിശ്വസിക്കുന്നവർ മാത്രം അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ.